ഗുഡ് മോർണിംഗ് എവരിവൺ. എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾക്കറിയാവുന്നതുപോലെ തന്നെ നമ്മൾ പൊളിറ്റി സ്റ്റാർട്ട് ചെയ്തിരുന്നു. അതിലെ ആദ്യത്തെ ഭാഗം നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത് ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ് ആയിരുന്നു, അല്ലേ? വി വർ ഡിസ്കസിങ് അബൌട്ട് ദ ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. എങ്ങനെയാണ് നമ്മൾ നോക്കിയത്? 1773 റെഗുലേഷൻ ആക്ട് മുതൽ തുടങ്ങിയിട്ട് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന 1947 ഇൻഡിപെൻഡൻസ് ആക്ട് വരെയുള്ള ഭാഗങ്ങളിലൂടെ എങ്ങനെയാണ് നമ്മൾ എവിടേക്ക് എത്തിയത്? ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുന്നതിലേക്ക്, അല്ലേ? കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാൻ എന്ത് നമുക്ക് ആവശ്യമുണ്ട്? നമുക്കൊരു കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലി ആവശ്യമുണ്ട്, അല്ലേ? ഈ കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലി ഉണ്ടാകണം. അതുപോലെ തന്നെ നിയമനിർമ്മാണം, അല്ലേ? ലെജിസ്ലേഷൻ എന്നുള്ള പ്രോസസ്സ് നടക്കണം. അപ്പോൾ എങ്ങനെയാണ് പതുക്കെ പതുക്കെ ബ്രിട്ടീഷുകാരുടെ ഭരണ സമയത്ത് ലെജിസ്ലേച്ചറുകൾ ഉണ്ടായത്? അതിലേക്ക് എങ്ങനെയാണ് ഇന്ത്യക്കാർക്ക് പ്രവേശനം ലഭിച്ചത്, അല്ലേ? ഈ ലെജിസ്ലേഷൻ്റെ പേരിൽ എങ്ങനെയാണ് പല രീതിയിലുള്ള ഇലക്ഷൻ പ്രോസസ്സുകളിലും ബ്രിട്ടീഷുകാർ അവരവരുടേതായ ആവശ്യങ്ങൾക്ക് സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയത്? ഈ രീതിയിൽ നമ്മൾ എന്ത് ചെയ്തു? പല പല കാര്യങ്ങൾ കണ്ടിരുന്നു, അല്ലേ? കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ആ ഒരു മേക്കിങ്ങിൻ്റെ അതിലേക്കുള്ള പാത എന്താണ് എന്നാണ് നമ്മൾ കണ്ടിരുന്നത്. അതിലേക്കുള്ള ഹിസ്റ്റോറിക്കൽ പേഴ്സ്പെക്റ്റീവ്. അപ്പോൾ ആ ഒരു ഹിസ്റ്റോറിക്കൽ പേഴ്സ്പെക്റ്റീവ് എന്നുള്ളൊരു സെഷൻ അവസാനിച്ചത് കൊണ്ട് തന്നെ നമ്മൾ ഈ കോഴ്സ് തുടങ്ങുമ്പോൾ പറഞ്ഞിരുന്നത് പോലെ എന്താണ് പറഞ്ഞിരുന്നത്? നമ്മൾ ആദ്യം എന്ത് ചെയ്യും? നമ്മൾ തിയറി ഡിസ്കസ് ചെയ്യും. ആ തിയറിയുടെ എൻഡിൽ എന്ത് ചെയ്യും? നമ്മൾ 1-2 ക്വസ്റ്റ്യൻസ് അതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ തിയറിയെ അപ്രോച്ച് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്ന വിധത്തിൽ എന്ത് ചെയ്യും? 1-2 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും. എന്നിട്ട് ആ ഒരു സെഷൻ തീർന്നു കഴിഞ്ഞാൽ, ഒരു പെർട്ടിക്കുലർ ഏരിയ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇതിനെ സംബന്ധിച്ച് നമ്മൾ ചില ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യും? ഡിസ്കസ് ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ആ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ഈ ഒരു ഭാഗത്ത് നടത്താൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക എന്ന് നിങ്ങൾ അറിയേണ്ടതുണ്ട്. ആ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അവയെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം? ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ മാക്സിമം ഒഴിവാക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ മാത്രമേ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന 8ഓളം ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഈ പുതിയ രീതിയിൽ വരുന്ന എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ്? സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യനുകൾ തന്നെ ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആ ക്വസ്റ്റ്യനുകളിലൂടെ പോയിട്ട് നമ്മൾ ഈ പഠിച്ച കാര്യങ്ങൾ, മനസ്സിലാക്കിയ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടോ? റിവൈസ് ചെയ്ത കാര്യങ്ങളൊക്കെ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ? റീകളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അപ്പോൾ നമ്മൾ എങ്ങോട്ട് പോവുകയാണ്? ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ഒന്നാമത്തെ ചോദ്യം നോക്കൂ, വായിച്ചു നോക്കുക കൃത്യമായിട്ട്. എന്താണ് ചോദ്യം? എന്താണ്? കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് മോർലി മിന്റോ റിഫോംസ്. ഒന്നാമത്തെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തിനെ പറ്റിയാണ് എന്നത് വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. എന്താണ് ഒന്നാമത്തെ കാര്യം? മോർലി മിന്റോ റിഫോംസ്. അപ്പം മോർലി മിന്റോ റിഫോംസ് എന്ന പേരിൽ അറിയപ്പെടുന്ന റിഫോം ഏതാണ് എന്ന് ഇത് വായിക്കുന്ന ഉടനെ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ഓർമ്മ വരേണ്ടതുണ്ട്. ഏതാണ് മോർലി മിന്റോ റിഫോംസ് എന്നറിയപ്പെട്ടിരുന്നത്? 1909 കൗൺസിൽസ് ആക്ട് ആണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? മോർലി മിന്റോ റിഫോം എന്നറിയപ്പെടുന്നത് എന്ന് നിങ്ങൾ ഉടനെ തന്നെ ആലോചിക്കേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം കൗൺസിൽസ് ആക്ടുകൾ ഏതെല്ലാമാണ് എന്ന് നിങ്ങൾക്കറിയാം, അല്ലേ? 1861 വന്നിട്ടുണ്ട്. 1892 കൗൺസിൽസ് ആക്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ശേഷം വരുന്ന കൗൺസിൽ ആക്ട് ആണ് ഏത്? 1909. പല കാര്യങ്ങൾ കൊണ്ടും പ്രത്യേകത അർഹിക്കുന്ന ഒരു കൗൺസിൽസ് ആക്ട് കൂടിയായിരുന്നു ഏത്? 1909. അതിൽ തന്നെ മോർലി മിന്റോ, അല്ലെ, സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിന്റെയും വൈസ്രോയിയുടെയും പേരുകളിൽ ആണ് ഏതറിയപ്പെടുന്നത്? ഈ ഒരു ആക്ട് അറിയപ്പെടുന്നത്. അതുകൊണ്ട് മോർലി മിന്റോ റിഫോംസ് എന്നുകൂടി ഏതറിയപ്പെടുന്നു? ഈ 1909 ഈ ഒരു കൗൺസിൽസ് ആക്ട് അറിയപ്പെടുന്നു. ഇത്രയും കാര്യം നിങ്ങൾ മോർലി മിന്റോ റിഫോംസ് എന്ന് കേൾക്കുമ്പോൾ എന്ത് ചെയ്യണം? വേഗത്തിൽ അങ്ങ് ഓർമ്മ വരണം. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഇതാണ് മോർലി മിന്റോ റിഫോംസ്. 1909 ഇത് വരുന്നത്. ഇനി അതിനെ പറ്റിയുള്ള ചില എന്താണ് തന്നിരിക്കുന്നത്? ചില വരികളാണ്. അവയെ പറ്റിയുള്ള ചില സ്റ്റേറ്റ്മെന്റുകളാണ് ഇവിടെ തന്നിരിക്കുന്നത്, താഴെ തന്നിരിക്കുന്നത്. നോക്കൂ, ഓരോ സ്റ്റേറ്റ്മെന്റുകളായിട്ട് നോക്കൂ. പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽസ് കെയിം ടു ഹാവ് നോൺ ഒഫീഷ്യൽ മെജോറിറ്റി. എന്താണ് പറയുന്നത്? മോർലി മിന്റോ റിഫോംസ് അനുസരിച്ച് പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് കൗൺസിലുകളിൽ എന്ത് ചെയ്തു? അവർക്ക് നോൺ ഒഫീഷ്യൽ മെജോറിറ്റി ആദ്യമായിട്ട് വന്നു എന്ന രീതിയിലാണ് പറയുന്നത് ഒരു സ്റ്റേറ്റ്മെന്റ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കൂ. ദ ഡിസ്കഷൻ ഓൺ ബഡ്ജറ്റ് ഇൻക്ലൂഡിംഗ് സപ്ലിമെന്ററി ക്വസ്റ്റ്യൻസ് വാസ് അലൗഡ് ഫോർ ദ ഫസ്റ്റ് ടൈം എന്നാണ് അടുത്തത് പറയുന്നത്. മൂന്നാമത്തേത് മുസ്ലിംസ് വേർ ഗിവൺ സെപ്പറേറ്റ് ഇലക്ടറേറ്റ് എന്നതാണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തരുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? 3 സ്റ്റേറ്റ്മെന്റുകൾ തന്നിരിക്കുന്നു. എന്താണ് ചോദിച്ചിരിക്കുന്നത്? വിച്ച് ഓഫ് ദ സ്റ്റേറ്റ്മെന്റ്സ് എബവ് ഈസ് ഓർ ആർ കറക്റ്റ്. മുകളിൽ തന്നവയിൽ ഏതെല്ലാമാണ് ഇത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്നതാണ് എന്ത് ചോദ്യമായിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. മോർലി മിന്റോ റിഫോംസിനെ കുറിച്ചാണ് എന്ത് പറയുന്നത്? ഇവിടെ ഇവർ പറയുന്നത്, അല്ലെ, അഥവാ ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് ഓഫ് 1909. ഇത് ഏറ്റവും ഫേമസ് ആയിട്ട് ഇത് അറിയപ്പെടുന്നത് എന്തിന്റെ പേരിലാണ്? സെപ്പറേറ്റ് ഇലക്ടറേറ്റിന്റെ പേരിലാണ്.
അല്ലെ, മുസ്ലിംസിന് എന്ത് കൊടുക്കുന്നുണ്ട്? സെപ്പറേറ്റ് ഇലക്ടറേറ്റ് കൊടുക്കുന്നു എന്ന പേരിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ആക്ടാണ് ഏത്? മോർലി മിൻഡോ റിഫോംസ് എന്ന് പറയുന്ന ഈ ഒരു ആക്ട് എന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ട്. അപ്പൊ അതിൽ പ്രത്യേകിച്ച് എന്തുണ്ടാവില്ല, നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അതിന്റെ കൂടെ ചേർത്ത് എന്തുകൂടി ആലോചിക്കുക, ഈ ഒരു സെപ്പറേറ്റ് ഇലക്ടറേറ്റ് കമ്മ്യൂണൽ ലൈനിൽ കൊണ്ടുവന്നത് കൊണ്ട് തന്നെ മിന്റോ പ്രഭു ഏത് പേരിൽ അറിയപ്പെടുന്നുണ്ട്? ഫാദർ ഓഫ് കമ്മ്യൂണൽ ഇലക്ടറേറ്റ് എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. ആ കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിനോട് ചേർത്ത് ആലോചിച്ച് വെക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ മൂന്നാമത്തേതിൽ നമുക്ക് വലിയ സംശയങ്ങളൊന്നും ഉണ്ടാകില്ല എന്ന് വിചാരിക്കുന്നു, അല്ലേ? അപ്പോൾ മൂന്നാമത്തേത് ഓക്കെയാണ്. ഇനി നിങ്ങൾ നോക്കൂ, ഒന്നാമത്തെ നോക്കൂ, പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽസ് came to have നോൺ ഒഫീഷ്യൽ മെജോറിറ്റി. നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടില്ലേ? തീർച്ചയായിട്ടും ചർച്ച ചെയ്തിട്ടുണ്ട്. നമ്മൾ ആ കാര്യം എന്ത് ചെയ്തിട്ടുണ്ട്? വ്യക്തമായി പറഞ്ഞിട്ടുമുണ്ട്. നോക്കൂ, നമ്മൾ ചർച്ച ചെയ്ത സമയത്ത് പറഞ്ഞ 1909 മോർലി മിൻഡോ റിഫോംസ് അല്ലെങ്കിൽ ഇന്ത്യൻ കൗൺസിൽസ് ആക്ട്, അല്ലെ, നമ്മൾ ഓർക്കാൻ വേണ്ടി എന്ത് പറഞ്ഞു? സൂറത്ത് സ്പ്ലിറ്റ് നിങ്ങൾ ആലോചിക്കണം, അല്ലെ? 1907 എന്ത് സംഭവിക്കുന്നുണ്ട്? സൂറത്ത് സ്പ്ലിറ്റിൽ രണ്ട് മിതവാദികളും തീവ്രവാദികളും എന്നറിയപ്പെടുന്ന രണ്ടുപേരും രണ്ടായി പോകുന്നു. എന്നിട്ട് എന്ത് ചെയ്യുകയാണ്? ഇവരെ ഒന്നുകൂടി അകറ്റുന്നതിന് വേണ്ടിയിട്ട് ചില എന്ത് കൊണ്ടുവരികയാണ്? അവർക്ക് സന്തോഷിക്കാൻ വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ഏതിൽ? അത് കഴിഞ്ഞ ഉടനെ വന്ന മോർലി മിൻഡോ റിഫോംസിൽ മിതവാദികളെ കുറിച്ച് തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അതിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തായിരുന്നു? പ്രൊവിൻഷ്യൽ ലെവലിൽ നോൺ ഒഫീഷ്യൽസിന് എന്ത് കൊടുക്കുന്നുണ്ട്? മെജോറിറ്റി ആദ്യമായിട്ട് ലഭിക്കുന്നുണ്ട് നമ്മൾ പറഞ്ഞിരുന്നു. അതിനൊപ്പം ഇതിന് തൊട്ട് മുമ്പുള്ള കൗൺസിൽ ആക്ടിൽ ഏതായിരുന്നു? 1892 കൗൺസിൽ ആക്ടിൽ എന്ത് സമ്മതിച്ചിരുന്നു? ബജറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അത് ചർച്ച ചെയ്യാം. ഇത്രയും കാലം ബജറ്റ് എന്താണ്? ഡയറക്ട്ലി പാസ്സാക്കലായിരുന്നു. 1892 ബജറ്റ് ചർച്ച ചെയ്യാമെന്ന് വെച്ചു. പക്ഷെ എന്ത് പറ്റില്ല? അതിനെതിരെ റെസൊല്യൂഷൻ മൂവ് ചെയ്യാനോ സപ്ലിമെന്ററി ക്വസ്റ്റ്യൻസിനോ ഒന്നും ആർക്ക് സാധിക്കില്ലായിരുന്നു? 1892 ഈ ഒരു ആക്ട് പ്രകാരം സാധിക്കില്ലായിരുന്നു. അത് കഴിഞ്ഞ ശേഷം വരുന്ന ഈ ഒരു 1909 മോർലി മിൻഡോ റിഫോംസിൽ എന്ത് സംഭവിക്കുകയാണ്? അവിടെ കൃത്യമായിട്ട് സപ്ലിമെന്ററി ക്വസ്റ്റ്യൻസും ചോദിക്കാം, റെസൊല്യൂഷൻസും എന്ത് ചെയ്യാം? മൂവ് ചെയ്യാം എന്ന രീതിയിലുള്ള ഒരു അവസ്ഥ വരികയാണ്. അപ്പോൾ നമ്മുടെ ചോദ്യത്തിൽ തന്നിട്ടുള്ള ഈ രണ്ട് സ്റ്റേറ്റ്മെന്റുകളും എന്ത് തന്നെയാണ്? ശരിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. പിന്നൊന്നെന്തായിരുന്നു? സെപ്പറേറ്റ് ഇലക്ടറേറ്റ് ഇതിൽ കൊണ്ടുവന്നു എന്നതായിരുന്നു അടുത്ത സ്റ്റേറ്റ്മെന്റ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നത്. അപ്പൊ 3 സ്റ്റേറ്റ്മെന്റുകളും അവിടെ തന്നത് എന്താണ്? ശരിയാണ് എന്ന് വരും. ഇതിനൊപ്പം നിങ്ങൾ ഈ ആക്ടിൽ ഏറ്റവും കൂടുതൽ ആലോചിച്ച് വെക്കേണ്ട മറ്റൊരു പേര് കൂടിയുണ്ട്, സത്യേന്ദ്ര പ്രസാദ് സിൻഹ. ആരായിരുന്നു? ആദ്യമായി വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിലേക്ക് അംഗത്വം ലഭിച്ച ഇന്ത്യക്കാരനായിരുന്നു സത്യേന്ദ്ര പ്രസാദ് സിൻഹ. അപ്പൊ കൃത്യമായിട്ട് നിങ്ങൾ ആലോചിച്ച് വെക്കുമല്ലോ. ഒന്നാമത്തെ ചോദ്യത്തിന്റെ അപ്പോൾ ഉത്തരം എന്തായിട്ട് വരും? ഓൾ ഓഫ് ദം, അല്ലെ? ഈ തന്നിരിക്കുന്ന 3 സ്റ്റേറ്റ്മെന്റുകളും എന്ത് തന്നെയാണ്? ശരി തന്നെയാണ് എന്ന് ആലോചിക്കുക. ഈ ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തെല്ലാമായിരിക്കും? എന്തിനെ കുറിച്ചാണ് എന്ന് വൃത്തിയായി ആലോചിക്കുക. മോർലി മിൻഡോ റിഫോംസ് കൃത്യമായി എന്തിലേക്ക് നമ്മൾ പോകേണ്ടതുണ്ട്? 1909 ആക്ട് ആണ് എന്ന് കൃത്യമായി അപ്പോൾ തന്നെ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. പിന്നെ നോൺ ഒഫീഷ്യൽ, അല്ലെ? നോൺ ഒഫീഷ്യൽനെസ് എന്താ നമ്മൾ പറഞ്ഞിരുന്നു? നോൺ ഒഫീഷ്യൽസ് എന്നറിയപ്പെടുന്നത് എന്താണ്? ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ഭാഗമായിട്ടോ പോലീസിലോ സൈന്യത്തിലോ അല്ലെങ്കിൽ സിവിൽ സർവീസിലോ അങ്ങനെയൊന്നും പ്രവർത്തിക്കാത്ത പുറത്തുനിന്ന് വരുന്ന സെലക്ട് ചെയ്യപ്പെടുന്ന ആളുകളാണ് നോൺ ഒഫീഷ്യൽസ്. അവർക്ക് ഒരിക്കലും മെജോറിറ്റി ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു 1909 ആക്ടോട് കൂടിയിട്ട് എന്ത് ചെയ്യുകയാണ്? പ്രൊവിൻസുകളിലെ ലെജിസ്ലേറ്റീവ് കൗൺസിൽ, സെൻട്രൽ ലെവലിൽ വന്നിട്ടില്ല, അപ്പോഴും പ്രൊവിൻസുകളിൽ എന്ത് ചെയ്യുകയാണ്? നോൺ ഒഫീഷ്യൽസിന് മെജോറിറ്റി ലഭിക്കുകയാണ്. ശേഷം എന്ത് സംഭവിക്കുന്നു? ബജറ്റ് ഡിസ്കസ് ചെയ്യാൻ ഇതിന് തൊട്ട് മുമ്പുള്ളതിൽ സമ്മതിച്ചിരുന്നു. ഇപ്പോൾ എന്തുകൂടി സമ്മതിക്കുകയാണ്? സപ്ലിമെന്ററി ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതിന് വേണ്ടിയിട്ടും റെസൊല്യൂഷൻസ് മൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും കൂടി എന്ത് ചെയ്യുകയാണ്? അനുവാദം കൊടുക്കുകയാണ്. പിന്നീട് മൂന്നാമത്തേത് വളരെ ഫേമസ് ആണല്ലോ, മുസ്ലിംസിന് എന്ത് ചെയ്യുന്നുണ്ട്? സെപ്പറേറ്റ് ആയിട്ടൊരു ഇലക്ടറേറ്റ് കൊടുക്കുന്നുണ്ട് എന്നുകൂടി എന്ത് ചെയ്യുക? കൃത്യമായിട്ട് ആലോചിച്ച് വെക്കുക. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുകയാണ്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ മൂവ് ചെയ്യുകയാണ്. രണ്ടാമത്തെ ചോദ്യം എന്താണ്? വായിച്ചു നോക്കൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ഓർ ആർ ട്രൂ അബൌട്ട്, എന്താണ് ശരി ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ട്രൂ അബൌട്ട് ദ മോണ്ടേഗു ചെംസ്ഫോർഡ് റിഫോംസ്. ഇതിനെക്കുറിച്ചാണ് ചോദ്യം. മോണ്ടേഗു ചെംസ്ഫോർഡ് റിഫോംസിനെ കുറിച്ചാണ്. മോണ്ടേഗു ചെംസ്ഫോർഡ് റിഫോംസ് എന്നറിയപ്പെടുന്നത് ഏത് ആക്ട് ആണ് എന്ന് നിങ്ങൾ തന്നെ പറയണം. ഏത് ആക്ട് ആണ് അത് അറിയപ്പെടുന്നത്? 1919, അല്ലെ? 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനെയാണ് ഏത് പേരിൽ നമ്മൾ വിളിക്കാറുള്ളത്? മോണ്ടേഗു ചെംസ്ഫോർഡ് റിഫോംസ് എന്ന് നമ്മൾ വിളിക്കാറുള്ളത്. ഈ 1919 വന്ന ഈ ആക്ടിന് വളരെയധികം പ്രാധാന്യങ്ങളുണ്ട് എന്നും ഇതിനെ രണ്ടായിട്ട് നമ്മൾ രണ്ടാക്കുന്ന കുറെ കാര്യങ്ങളാണ് നടക്കുന്നത് എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു ചർച്ച ചെയ്തപ്പോൾ. നിങ്ങൾ അത് ആലോചിക്കാൻ ശ്രമിക്കുക. ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? രണ്ടാക്കുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ആ ഒരു കൺസെപ്റ്റ് ഓർത്ത് വെക്കേണ്ടതുണ്ട്.
ഇനി നോക്കൂ എന്തെല്ലാമാണ് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുകൾ എന്ന് നോക്കാം. ഈ 1919 ആക്ടിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മൾ എന്ത് ആലോചിക്കണമെന്നാണ് നമ്മൾ അവിടെ പറഞ്ഞിരുന്നത്? ഒന്നാം ലോക മഹായുദ്ധം അല്ലെ, വേൾഡ് വാർ 1 നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തിന് ശേഷമാണ്, അതിന്റെ ഒരു അവസാനത്തിന് ശേഷമാണ് ഈ ഒരു ഏത് വരുന്നത്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് അല്ലെങ്കിൽ മോണ്ടേഗു ചെംസ്ഫോർഡ് റിഫോംസ് വരുന്നത് നമ്മൾ പറഞ്ഞിരുന്നു. നമ്മൾ ഇന്ത്യക്കാർ എന്ത് കാത്തിരിക്കുകയായിരുന്നു? നമ്മൾ ഫ്രീഡം കാത്തിരിക്കുകയായിരുന്നു അല്ലെ. നമ്മൾ ബ്രിട്ടനെ യുദ്ധത്തിൽ സഹായിച്ചിരിക്കുന്നു, അപ്പൊ നമുക്ക് സ്വാതന്ത്ര്യം തരുമായിരിക്കും എന്ന് പ്രതീക്ഷിച്ച് നമ്മൾ ഇരിക്കുന്ന സമയമാണ്. പക്ഷേ എന്താണ് നമുക്ക് ലഭിക്കുന്നത്? വളരെ കുറഞ്ഞ രീതിയിലുള്ള കുറെ ഓഫറുകളാണ് ലഭിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു ഓഫർ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അത് നമുക്ക് ഓർത്തെടുക്കേണ്ടതുണ്ട്. നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? സ്റ്റേറ്റ്മെന്റുകൾ വായിക്കാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഇറ്റ് വാസ് ഡിക്ലയർഡ് ഫോർ ദ ഫസ്റ്റ് ടൈം that gradual introduction of responsible government is the objective. ബ്രിട്ടീഷുകാരുടെ ഇവിടത്തെ ഭരണത്തിന്റെ ഉദ്ദേശം എന്താണ്? സ്വയം ഭരണത്തിനുള്ള അവകാശമുള്ള ഒരു റെസ്പോൺസിബിൾ ഗവൺമെന്റ് അല്ലെ, എന്താണ്? ഉത്തരവാദിത്ത ഗവൺമെന്റിനെ എവിടേക്ക് കൊണ്ടുവരിക? ഇന്ത്യയിൽ സ്ഥാപിക്കുക എന്നതാണ് നമ്മളുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഉദ്ദേശം എന്ന് ആദ്യമായിട്ട്, പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, എന്ന് ആദ്യമായിട്ട് പ്രഖ്യാപിച്ച ഒരു ആക്ട് ആയിരുന്നു മോണ്ടേഗു ചെംസ്ഫോർഡ് റിഫോംസ് എന്നാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ് പറയുന്നത്? സെൻട്രൽ ആൻഡ് പ്രൊവിൻഷ്യൽ സബ്ജക്ട്സ് വേർ സെപ്പറേറ്റഡ് എന്നതാണ് രണ്ടാമതായിട്ട് അവർ പറയുന്നത്. അതായത് സെൻട്രലിലും പ്രൊവിൻഷ്യലിലുമുള്ള സബ്ജക്റ്റുകൾ സെപ്പറേറ്റ് ചെയ്യപ്പെട്ടു എന്ന് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നു. മൂന്നാമത്തെ നോക്കൂ, ബോത്ത് bicameralism and direct elections were introduced for the first time എന്നാണ് പറയുന്നത്. both bicameralism and elections were introduced for the first time എന്ന് പറയുന്നു. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? 2 ഓൺലി ആണോ? രണ്ടാമത്തേത് മാത്രമാണോ ശരി? അതോ 2 and 3 ഉണ്ടോ? അതോ 1 and 3 ഉണ്ടോ? അതോ 1, 2 and 3 ഉണ്ടോ? എന്തായിരിക്കും സാധ്യത? നിങ്ങളുടെ ഒരു ഉദ്ദേശം എന്താണ് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഒരു സെക്കൻഡ്, കുറച്ച് സമയം തരുന്നു. എന്തായിരിക്കും ശരി? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഏതായിരിക്കും ശരി എന്നാണ് തോന്നുന്നത് നിങ്ങൾക്ക്? ശരി, നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞിരുന്നു, നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ വേൾഡ് വാർ എന്തുകൊണ്ടാണ് നിങ്ങൾ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് ഓർത്ത് വെക്കേണ്ടത് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. എന്താണ്? വേൾഡ് വാർ 1 ശേഷം നമ്മൾ ഗാന്ധിജി ഉൾപ്പെടെയുള്ള എല്ലാവരും എന്ത് ചെയ്തിരുന്നു? ബ്രിട്ടീഷുകാരെ ആ യുദ്ധത്തിൽ സഹായിക്കണമെന്ന നിലപാട് തന്നെയാണ് എടുത്തത്. ഒരു UPSCയുടെ പ്രിലിംസിൽ വന്ന ഒരു ക്വസ്റ്റ്യൻ ആണത്. അതായത് ഒരു 3 സ്റ്റേറ്റ്മെന്റുകളിൽ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഗാന്ധിജി ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ സമയത്ത് ബ്രിട്ടീഷുകാരെ വാർ എഫേർട്ടിൽ ഇന്ത്യക്കാർ സൈന്യത്തിൽ ചേർന്ന് സഹായിക്കണമെന്ന് പറഞ്ഞിരുന്നു എന്നൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു. നമ്മൾ സാധാരണഗതിയിൽ എന്താണ് വിചാരിക്കുക? ഇല്ല, ഗാന്ധിജി എന്ത് ചെയ്യില്ല, ഒരിക്കലും അങ്ങനെ ചെയ്യില്ലല്ലോ അല്ലെ. യുദ്ധത്തിന് സഹായിക്കാൻ പറയുമോ? അതും ബ്രിട്ടീഷുകാരെ യുദ്ധത്തിന് സഹായിക്കാൻ പറയുമോ എന്നാണ് നമ്മൾ ചിന്തിക്കുക. പക്ഷേ ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ സമയത്ത് ഗാന്ധിജി എന്താണ് ചെയ്തിരുന്നത്? അതിനോട് പോസിറ്റീവായിട്ടാണ് പ്രതികരിച്ചിരുന്നത് എന്ന കാര്യം നിങ്ങൾ ഓർത്ത് വെക്കേണ്ടതുണ്ട്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ എന്ത് നോക്കേണ്ടതുണ്ട്? റെസ്പോൺസിബിൾ ഗവൺമെന്റ് തരാമെന്ന് ബ്രിട്ടൻ പറഞ്ഞിട്ടുണ്ടോ? തീർച്ചയായിട്ടും പറഞ്ഞിട്ടുണ്ട്. അത് എപ്പോഴാണ്? 1917 ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത്? ബ്രിട്ടൻ ഇത് പറയുന്നത്. ഇതിന്റെ എഫക്റ്റ് നമുക്ക് എവിടെ കൃത്യമായിട്ട് കാണാം? ഈ ഒരു മോണ്ടേഗു ചെംസ്ഫോർഡ് റിഫോംസിൽ നമുക്ക് കാണാനും സാധിക്കും. ഇന്ത്യയിൽ റെസ്പോൺസിബിൾ ഗവൺമെന്റ് എന്നതാണ് ഞങ്ങളുടെ അവസാന അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ് എന്ന് ബ്രിട്ടന്റെ ഭാഗത്ത് നിന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് വരുന്നത് മോണ്ടേഗു ചെംസ്ഫോർഡ് റിഫോംസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണെന്ന് നിങ്ങൾ ആലോചിക്കുക. 1917 എന്ത് സംഭവിക്കുന്നത് നിങ്ങൾ ആലോചിക്കണം. റഷ്യൻ റവല്യൂഷൻ നടക്കുന്നു, ഒരുപാട് എന്ത് സംഭവിക്കുന്നുണ്ട്? മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യുകയാണ്? ബ്രിട്ടൻ പറയുകയാണ് റെസ്പോൺസിബിൾ ഗവൺമെന്റ് അവിടെ കൊണ്ടുവരിക എന്നതാണ് ഞങ്ങളുടെ ഉദ്ദേശമെന്ന് ബ്രിട്ടൻ കൃത്യമായിട്ട് പറയുകയാണ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്തത് നോക്കൂ, സെൻട്രൽ ആൻഡ് പ്രൊവിൻഷ്യൽ സബ്ജക്ട്സ് വേർ സെപ്പറേറ്റഡ്. കൃത്യമായി നമ്മൾ കാണുന്നുണ്ട് അല്ലെ. നമ്മൾ ഈ പറഞ്ഞു 1919 രണ്ടാക്കൽ എന്ന് നമ്മൾ പറഞ്ഞു. സെൻട്രലിലേക്കും അതുപോലെ തന്നെ പ്രൊവിൻസുകളിലേക്കും എന്ത് ചെയ്യുന്നുണ്ട്? സബ്ജക്റ്റുകൾ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇല്ലേ. അത് നമ്മൾ വളരെ വ്യക്തമായിട്ട് നമ്മളവിടെ കണ്ടിട്ടുണ്ട്. ഓരോരുത്തർക്കും എന്താണ് ഈ സ്റ്റേറ്റ്, അല്ലെങ്കിൽ സ്റ്റേറ്റ് അല്ല ഞാൻ ഉദ്ദേശിച്ചത്, പ്രൊവിൻസുകൾ കൈകാര്യം ചെയ്യേണ്ട സബ്ജക്റ്റുകൾ, അല്ലെങ്കിൽ ആര് കൈകാര്യം ചെയ്യേണ്ടത്? സെൻട്രൽ ലെവലിൽ കൈകാര്യം ചെയ്യേണ്ട സബ്ജക്റ്റുകൾ എന്ന രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? കൃത്യമായിട്ട് അവരവരുടെ സബ്ജക്റ്റുകളെ ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്? കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്തെടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് ബേസിക്കലി എന്താണ് നടക്കുന്നത്? സെൻട്രൽ കൺട്രോൾ ഓവർ ദ പ്രൊവിൻസസ് എന്ത് ചെയ്യുകയാണ്?
അത് ഒന്ന് റിലാക്സ് ചെയ്യപ്പെടുകയാണ്. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? എന്ത് ചെയ്യുകയാണ്? ഡീമാർക്കേഷൻ നടക്കുന്നു. എന്ത് ചെയ്യുന്നു? ഒരു ഡീമാർക്കേഷൻ നടക്കുകയാണ്. എന്താണ് ഡീമാർക്കേഷൻ നടക്കുക പറയുന്നത്? കൃത്യമായിട്ട് ഡീമാർക്കേറ്റ് ചെയ്യുകയാണ്. ഇന്ന സബ്ജക്റ്റ് എന്ത് ചെയ്യാം, ഇന്ന ആൾക്ക് എന്ത് ചെയ്യാം, കൃത്യമായിട്ട് ഡീൽ ചെയ്യാമെന്ന് പറയുകയാണ്. ബേസിക്കലി സെൻട്രലിന്റെ കൺട്രോൾ എന്ത് ചെയ്യുന്നു? ഒന്നുകൂടി കുറയുകയാണ് എന്ന കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക? ഇതുമായി ബന്ധപ്പെട്ട് ഓർത്തു വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കൃത്യമാണല്ലോ. മൂന്നാമത്തെ നോക്കുക. ബോത്ത് ബൈക്യാമറലിസം ആൻഡ് ഡയറക്റ്റ് ഇലക്ഷൻസ് വേർ ഇൻട്രൊഡ്യൂസ്ഡ് ഫോർ ദ ഫസ്റ്റ് ടൈം. ശരിയാണോ? തീർച്ചയായിട്ടും ശരിയാണ്. നമ്മൾ കണ്ടിരുന്നു അല്ലേ, ബൈക്യാമറലിസം എവിടെ കൊണ്ടുവരുന്നുണ്ട്? ബൈക്യാമറലിസം എന്ന് വെച്ചാൽ എന്തായിരുന്നു? നമ്മൾ ഇന്ന് കാണുന്ന പോലെ തന്നെ രണ്ട് സഭകൾ അല്ലെ, സെൻട്രലിൽ എന്ത് ചെയ്യുകയാണ്? രണ്ട് സഭകൾ ഉണ്ടാവുകയാണ്. നമ്മൾ കണ്ടിരുന്നു രണ്ട് രീതിയിലാണ് എന്ത് പോകുന്നത് കാര്യങ്ങൾ. ഇപ്പം നമ്മളുടെ നിലവിൽ നമ്മുടെ രാജ്യത്ത് എങ്ങനെയാണ്? ലോകസഭയുമുണ്ട്, അതുപോലെ തന്നെ ആരുകൂടിയുണ്ട്? രാജ്യസഭയുമുണ്ട് അല്ലെ. അതുപോലെ സെൻട്രലിൽ നമുക്ക് എന്താണ് ഉണ്ടായിരുന്നത്? ഇന്ത്യൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ അല്ലെ. ഇന്ത്യൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ അഥവാ സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്നൊക്കെ അറിയപ്പെട്ടിരുന്ന ഒരു ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഉണ്ടായിരുന്നത്. ഇതിനെ എന്ത് ചെയ്യുകയാണ്? ഇതിനെ രണ്ടാക്കുകയാണ് അല്ലെ. പ്രൊവിൻസുകളെ റെപ്രസെന്റ് ചെയ്യുന്ന രീതിയിലും അതുപോലെ തന്നെ എന്താ പറയുക, ഡയറക്റ്റ് ആയിട്ടുള്ള ഇലക്ഷൻ എന്നുള്ള രീതിയിലും എന്ത് ചെയ്യുകയാണ്? രണ്ട് സഭകൾ വരികയാണ്. അതുകൊണ്ട് തന്നെ അതിൽ എന്തുകൂടി വന്നിട്ടുണ്ട്? അപ്പോൾ തീർച്ചയായിട്ടും ഡയറക്റ്റ് ഇലക്ഷൻസ് അല്ലെ. ഡയറക്റ്റ് ഇലക്ഷൻസും എപ്പോഴാണ് സംഭവിക്കുന്നത്? 1919 മോണ്ടേഗു ചെംസ്ഫോർഡ് റിഫോംസ് അനുസരിച്ചാണ് എന്ത് സംഭവിക്കുന്നത്? ഇത് സംഭവിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ആദ്യമായിട്ട് ബൈക്യാമറലിസവും ഡയറക്റ്റ് ഇലക്ഷൻസും രാജ്യത്ത് വന്നത് ഏത് പ്രകാരമാണ് എന്ന് കൃത്യമായി ഓർത്തു വെക്കുക. മോണ്ടേഗു ചെംസ്ഫോർഡ് റിഫോംസ് മൂലമാണ് എന്നത് കൃത്യമായിട്ട് മറക്കാതെ ആലോചിച്ച് വെക്കുക. ബൈക്യാമറലിസത്തിൽ അപ്പർ ഹൗസ് എന്നും ലോവർ ഹൗസ് എന്നും വന്നു. അപ്പർ ഹൗസ് ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് അല്ലെ. ഇപ്പോഴും എങ്ങനെയാണ്? കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് പോലെ തന്നെയല്ലേ രാജ്യസഭ പ്രവർത്തിക്കുന്നത്. അപ്പോൾ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് അപ്പർ ഹൗസ് ആയിട്ട് വന്നു. ലോവർ ഹൗസ്, അതായത് ഇപ്പോഴത്തെ നമ്മളുടെ ലോകസഭയ്ക്ക് തുല്യമായിട്ടുള്ളത് എന്ത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? അത് ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്ന പേരിലാണ് ആ കാലഘട്ടത്തിൽ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അപ്പർ ഹൗസും നിലവിൽ വന്നു, ലോവർ ഹൗസും നിലവിൽ വന്നു. അതുകൊണ്ട് തന്നെ ബൈക്യാമറലിസം ആദ്യമായി നിലവിൽ വരുന്നു. ഡയറക്റ്റ് ഇലക്ഷൻസ് ഇവയിലേക്ക് എന്ത് സംഭവിക്കുകയാണ്? നടക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ ബൈക്യാമറലിസം രണ്ട് സഭകള്, അതിലൊന്നിലേക്ക് എന്താണ്? ഡയറക്റ്റ് ഇലക്ഷൻസ് നടക്കേണ്ടതുണ്ട്. ഒരുമിച്ച് ചേർത്ത് പഠിച്ചു വെക്കുക. ബൈക്യാമറലിസം രണ്ട് സഭകൾ രണ്ടാക്കി അല്ലെ. സെൻട്രൽ ആൻഡ് പ്രൊവിൻഷ്യൽ സബ്ജക്ട്സ് എന്താക്കി? രണ്ടാക്കി അല്ലെ. അതുപോലെ തന്നെ പ്രൊവിൻസുകളിൽ ഇത് മൂലം എന്ത് സംഭവിക്കുന്നുണ്ട്? ഡയാർക്കി കൊണ്ടുവരുന്നുണ്ട് അല്ലെ. അവിടെ എന്താണ്? ട്രാൻസ്ഫേർഡ് സബ്ജക്റ്റുകളെന്നും റിസർവ്ഡ് സബ്ജക്റ്റുകളെന്നും വെച്ച് രണ്ട് രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? സബ്ജക്റ്റുകളെ തിരിക്കുന്നുണ്ട്. അവിടെയും എന്ത് സംഭവിക്കുന്നു? രണ്ടാക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറഞ്ഞത്? 1919 ഇങ്ങനെ ഈക്വൽ ആയിട്ട് രണ്ടാക്കാൻ സാധിക്കും. ഈ വർഷം എന്ത് നിങ്ങൾ ആലോചിക്കുക, ഈ വർഷം വന്ന ഈ ആക്ടിൽ ഈ രീതിയിൽ രണ്ടാക്കലുകൾ ഒരുപാട് നടന്നിട്ടുണ്ട് എന്ന് ജസ്റ്റ് നിങ്ങൾ സൂത്രത്തിൽ ഓർത്ത് വെക്കുക എന്ന് കൂടി പറയാൻ കാരണം. അപ്പൊ നിങ്ങൾക്ക് ആ കാര്യം മനസ്സിലായല്ലോ. അപ്പൊ നമ്മൾ അതുമായി ബന്ധപ്പെട്ട എല്ലാം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം എന്താണ്? നോക്കൂ നിങ്ങൾ. വിച്ച് ഓഫ് ദ ഫോളോയിങ് കമ്മ്യൂണിറ്റീസ് വെർ പ്രൊവൈഡഡ് വിത്ത് റിസർവേഷൻ അണ്ടർ കമ്മ്യൂണൽ അവാർഡ്? എന്താണ് പറയുന്നത്? കമ്മ്യൂണൽ അവാർഡുമായി ബന്ധപ്പെട്ട് 1932 കമ്മ്യൂണൽ അവാർഡിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിരുന്നു അല്ലെ. റൗണ്ട് ടേബിൾ കോൺഫറൻസുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം എന്ത് നടക്കുകയാണ്? പല ആവശ്യങ്ങളും അല്ലെ. റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രതിനിധികൾ ഒരു റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ പങ്കെടുക്കുന്നുണ്ട്. ആരായിരുന്നു? ഗാന്ധിജി ആയിരുന്നു പങ്കെടുത്തത്. അതുപോലെ തന്നെ ഡിപ്രസ്ഡ് ക്ലാസസിനെ എന്താ പറയുക റെപ്രസെന്റ് ചെയ്തുകൊണ്ടിട്ട് ആര് പോകുന്നുണ്ട്? അംബേദ്കർ പോകുന്നുണ്ട്. മദൻ മോഹൻ മാളവ്യ ഒരു വിഭാഗത്തിനെ, ഹിന്ദു ആ രീതിയിലുള്ള ആളുകളെ റെപ്രസെന്റ് ചെയ്തു പോകുന്നുണ്ട്. ഗാന്ധിജിയുടെ സഹായിയായിട്ട് മദൻ മോഹൻ മാളവ്യ അതിൽ ഉണ്ടായിരുന്നു. ഈ രീതിയിൽ എന്ത് ചെയ്യണം? റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ ഇന്ത്യയുടെ പല ആളുകൾ അല്ലെ, പ്രിൻസ്ലി സ്റ്റേറ്റുകളെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ആളുകൾ പോകുന്നുണ്ട്. അപ്പോൾ എല്ലാ ഇന്ത്യയുടെ മൊത്തത്തിൽ എന്ത് ചെയ്യുകയാണ്? റെപ്രസെന്റേറ്റീവുകൾ എവിടെ പോകുന്നുണ്ട്? റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ പോകുന്നുണ്ട്. ഈ 3 റൗണ്ട് ടേബിൾ കോൺഫറൻസുകൾക്കും ശേഷം എന്ത് ചെയ്യുന്നുണ്ട്? കമ്മ്യൂണൽ അവാർഡ് എന്ന പേരിൽ ആരാണ്, ഏത് പ്രധാനമന്ത്രിയാണ് ഇത് കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിക്കുന്നത് എന്ന് നമ്മൾ പ്രത്യേകം പറഞ്ഞിരുന്നു. ആരാണ്? റാംസി മെക്ഡൊണാൾഡ് അല്ലെ. റാംസി മെക്ഡൊണാൾഡ് ആണ് എന്ത് പ്രഖ്യാപിക്കുന്നത്? ഈ കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിക്കുന്നത്. ഇന്ത്യയിലെ ചില വിഭാഗങ്ങൾക്ക് എന്ത് ചെയ്യുകയാണ്? സെപ്പറേറ്റ് ഒരു ഇലക്ടറേറ്റ് എന്നുള്ള രീതിയിൽ പ്രത്യേക റിസർവേഷൻ കൊടുക്കുകയാണ് അല്ലെ. അപ്പോൾ ഈ ഒരു ആക്ട് കമ്മ്യൂണൽ അവാർഡ് എന്ന പേരിൽ അറിയപ്പെടുന്നതിന് ഒരു കാരണം കൂടി ഉണ്ടായിരുന്നു. ഇതിനെതിരെ ശക്തമായ സമരങ്ങൾ പിന്നീട് നടന്നത് നമ്മൾ കാണുന്നുണ്ട് അല്ലെ. നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, പിന്നീട് പൂന പാക്ടിലേക്കൊക്കെ നയിച്ച ഒരു എന്തായിരുന്നു സംഭവമായിരുന്നു. അപ്പോൾ ഈ കമ്മ്യൂണൽ അവാർഡ് 1932 ചോദ്യം എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് കമ്മ്യൂണിറ്റീസ് വെർ പ്രൊവൈഡഡ് വിത്ത്
റിസർവേഷൻ അണ്ടർ കമ്മ്യൂണൽ അവാർഡ് ഓഫ് 1932. 32 ഈ കമ്മ്യൂണൽ അവാർഡ് പ്രകാരം ഏതെല്ലാം കമ്മ്യൂണിറ്റികൾക്കാണ് എന്ത് പ്രൊവൈഡ് ചെയ്യപ്പെട്ടത്? റിസർവേഷൻ പ്രൊവൈഡ് ചെയ്യപ്പെട്ടത്. അപ്പൊ ഇങ്ങനെ പറയുന്ന സമയത്ത് പ്രധാനമായിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട് നോക്കാം. കമ്മ്യൂണൽ അവാർഡും 1932 നമ്മൾ കേൾക്കുമ്പോൾ ഒന്നാമത് നമ്മുടെ ചിന്ത പോകുക എവിടേക്കാണ്? ഡിപ്രസ്ഡ് ക്ലാസ്സസിലേക്കാണ്, അല്ലെ? അപ്പൊ ഡിപ്രസ്ഡ് ക്ലാസ്സസിലേക്ക് നമ്മൾ പോകുന്നു. അപ്പൊ നമ്മൾ ഓപ്ഷൻ നോക്കും, 4 മാത്രമല്ലേ, ഡിപ്രസ്ഡ് ക്ലാസ്സസിന് വേണ്ടി മാത്രമല്ലേ 1932 കമ്മ്യൂണൽ അവാർഡ് കൊണ്ടുവന്നത്? അപ്പൊ നമ്മൾ അങ്ങനെയാണ് ബേസിക്കലി ആലോചിക്കുക. കാരണം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അവിടെയായിരുന്നു. പക്ഷെ അങ്ങനെയല്ല എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? ആലോചിക്കേണ്ടതുണ്ട്. അപ്പൊ നമ്മൾ അടുത്തത് പോവും, എന്തായിരിക്കും? ശരിയാണ്, 1909 എന്ത് ചെയ്യുന്നുണ്ട്? സെപ്പറേറ്റ് ഇലക്ടറേറ്റ് മുസ്ലിംസിന് ഉണ്ടാക്കുന്നുണ്ട്, അവർക്ക് കൂടി ഉണ്ടായേക്കാം. അപ്പൊ ബേസിക്കലി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എന്തിനാണ് ഈ ക്വസ്റ്റൻ ഇട്ടിരിക്കുന്നത്? നിങ്ങൾക്ക് ആ ക്രോണോളജി കൃത്യമായിട്ട് അറിയുന്നുണ്ടോ? എന്താണ് ഒന്ന് നോക്കൂ. 1909 ആർക്ക് വന്നിട്ടുണ്ട്? മുസ്ലിംസിന് ഓൾറെഡി സെപ്പറേറ്റ് ഇലക്ടറേറ്റ് കിട്ടി. അതിന് തൊട്ടടുത്ത കൊല്ലം നിങ്ങൾക്കറിയാം സിഖ്സിനും യൂറോപ്യന്മാർക്കും അതുപോലെ തന്നെ ആംഗ്ലോ ഇന്ത്യൻ ആളുകൾക്കും അതുപോലെ തന്നെ ഇന്ത്യൻ ക്രിസ്ത്യൻസിനും എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? 1919 എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു സെപ്പറേറ്റ് ഇലക്ടറേറ്റ്, സെപ്പറേറ്റ് റിസർവേഷൻ, സ്പെഷ്യൽ റിസർവേഷൻ ലഭ്യമാകുന്നുണ്ട്. 32 ആർക്ക് കൂടി എന്ത് ചെയ്യുകയാണ്? ഈ ഡിപ്രസ്ഡ് ക്ലാസ്സസിനെയും കൂടി എന്തിലേക്ക് ചെയ്യുകയാണ്? ഒരു കമ്മ്യൂണൽ അവാർഡ് എന്ന പേരിൽ ഇതിലേക്ക് ഉൾപ്പെടുത്തുകയാണ്. അപ്പൊ ഈ കമ്മ്യൂണൽ അവാർഡ് നടക്കുന്ന ഈ സമയത്ത് ഇതിൽ ആരെയെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്? ഈ കാണുന്ന 4 കൂട്ടരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഓൾ ദീസ് പീപ്പിൾ ഗോട്ട് വാട്ട്? ദിസ് കമ്മ്യൂണൽ അവാർഡ്. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? ഡിപ്രസ്ഡ് ക്ലാസ്സസിന് മാത്രമായിരുന്നില്ല, മുസ്ലിംസിനും സിഖുകാർക്കും യൂറോപ്യന്മാർക്കും ഡിപ്രസ്ഡ് ക്ലാസ്സസിനും എന്ത് ചെയ്തിട്ടുണ്ട്? ഈ കമ്മ്യൂണൽ അവാർഡ് ഓഫ് 1932 പ്രകാരം സ്പെഷ്യൽ ആയിട്ടുള്ള ഈ ഒരു റെക്കഗ്നിഷൻ ലഭിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? ആലോചിക്കുക. ചാടിക്കേറിയിട്ട് ഡിപ്രസ്ഡ് ക്ലാസ്സസിന് മാത്രമാണ് എന്ന് എന്ത് ചെയ്യരുത്? നിങ്ങൾ ചിന്തിച്ച് കളയരുത്. അപ്പോൾ ആ കൺസെപ്റ്റ് എന്ത് ചെയ്യണം? കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. അത് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത്. കൃത്യമാണല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ക്വസ്റ്റ്യൻ 4. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ഓർ ആർ ട്രൂ അബൌട്ട് കമ്മ്യൂണൽ അവാർഡ് ഓഫ് 1932? ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങൾ മനസ്സിൽ വെച്ചാൽ മതി നിങ്ങൾ. എന്താണ് ഒന്നാമത്തെ കാര്യം? വിൻസ്റ്റൺ ചർച്ചിൽ വാസ് ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ബ്രിട്ടൻ ദെൻ. ആയിരുന്നോ? നമ്മൾ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. എന്തായിരുന്നു? റാംസി മെക്ഡൊണാൾഡ് ആയിരുന്നു ആര്? ഈ കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിക്കപ്പെടുന്ന സമയത്ത് ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ. അപ്പൊ വിൻസ്റ്റൺ ചർച്ചിലാണോ? അല്ലെന്ന് മനസ്സിലായിരിക്കുന്നു. അല്ലെന്ന് മനസ്സിലായ ഉടനെ എന്ത് സംഭവിച്ചു? എ ഓപ്ഷനുമല്ല, സി ഓപ്ഷനുമല്ല എന്ന് നമുക്ക് മനസ്സിലായി, അല്ലെ? 2 ഓപ്ഷനുകൾ ഓൾറെഡി എന്ത് ചെയ്തു? പോയി കഴിഞ്ഞു. കാരണം എന്താണ്? 1 ഓൺലി ശരിയാണോ? അല്ല, തീർച്ചയായും ശരിയല്ല. 1ഉം 2ഉം ശരിയാവോ? 1 ശരിയല്ലാത്തത് കാരണം 1ഉം 2ഉം ശരിയാവില്ല. ആ ഓപ്ഷനും എന്തല്ല? ശരിയല്ല. അപ്പോൾ 2 ഓപ്ഷനുകൾ നമ്മൾ ഇത് അറിഞ്ഞതോടുകൂടി നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു? എലിമിനേറ്റ് ചെയ്തു. ഇനി 2 മാത്രം ശരിയാണോ? അതോ 1ഉം 2ഉം രണ്ടും ശരിയല്ലേ എന്ന് നമ്മൾ എന്ത് ചെയ്യണം? പരിശോധിക്കേണ്ടതുണ്ട്. നോക്കൂ, പൂന പാക്ട് വാസ് സൈൻഡ് ഇൻ ദ ആഫ്റ്റർമാത്ത് ബിറ്റ്വീൻ മദൻ മോഹൻ മാളവ്യ ആൻഡ് അംബേദ്കർ. അപ്പൊ മദൻ മോഹൻ മാളവ്യ പൂന പാക്ടിലേക്ക് കടന്നു വരുന്നുണ്ടോ? അപ്പൊ നമുക്ക് അതറിയുമോ എന്നാണ് ഇവർ ചിന്തിക്കുന്നത്. ആക്ച്വലി കടന്നു വരുന്നുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഗാന്ധിജിക്കാണ് എന്തിന്റെ പേരിൽ പ്രശ്നമുണ്ടായിരുന്നത്? ഈ കമ്മ്യൂണൽ അവാർഡ് കാരണം പ്രശ്നമുണ്ടായിരുന്നത്. അതായത് ഡിപ്രസ്ഡ് ക്ലാസ്സസിനെ, അല്ലെ, പിന്നീട് അദ്ദേഹം ഗാന്ധിജി ഹരിജൻ എന്നെല്ലാം വിശേഷിപ്പിച്ച ഡിപ്രസ്ഡ് ക്ലാസ്സസിനെ എന്തിന് ശ്രമിക്കുകയാണ്? ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ നിന്നും അടർത്തിയെടുത്ത് സെപ്പറേറ്റ് ആക്കാനുള്ള ശ്രമമാണിതെന്നാണ് ഗാന്ധിജി വിശ്വസിച്ചിരുന്നത്. പക്ഷെ അംബേദ്കർ ഏത് രീതിയിലാണ് കരുതിയിരുന്നത്? അംബേദ്കർ ഇതിനെ ഒരു പൊളിറ്റിക്കൽ എമാൻസിപ്പേഷൻ ആയിട്ടാണ് കരുതിയിരുന്നത്. അംബേദ്കർ എന്താണ് വിചാരിച്ചിരുന്നത്? ഈ ഒരു സ്പെഷ്യൽ പ്രിവിലേജ് എന്ത് ചെയ്യാൻ പറ്റും? ഡിപ്രസ്ഡ് ക്ലാസ്സസിന് അവരുടെ ഉയർച്ചയ്ക്കായി ഉപയോഗിക്കാൻ പറ്റും. ദേ വിൽ ബി റെപ്രസെന്റഡ്, അല്ലെ? അവർക്ക് എന്ത് കിട്ടും? കൃത്യമായ റെപ്രസെന്റേഷൻ എവിടെ ലഭിക്കും? സഭകളിൽ ലഭിക്കും. അപ്പൊ അവർക്ക് ഹിസ്റ്റോറിക്കലായിട്ട് അവർ നേരിടുന്ന എന്താ പറയുക, ക്രൂരമായിട്ടുള്ള അവർക്കെതിരായിട്ടുള്ള ക്രൂരകൃത്യങ്ങൾ നിയമം മൂലവും നിയമത്തിന് അതീതമായിട്ടും എക്സ്ട്രാ ജുഡീഷ്യൽ ആയിട്ടും ഏത് രീതിയിലും സൊസൈറ്റിയുടെ ഉള്ളിൽ നിന്നുമൊക്കെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന, അവർ നേരിട്ട് കൊണ്ടിരിക്കുന്ന ക്രൂരമായിട്ടുള്ള എന്താ പറയുക, സെപ്പറേറ്റ് ആയിട്ട് അവരെ കണക്കാക്കിക്കൊണ്ടുള്ള പെരുമാറ്റങ്ങളിൽ നിന്നെല്ലാം എന്ത് ലഭിക്കും? ഒരു മുക്തി ലഭിക്കും എന്ന പേരിൽ അംബേദ്കർ എന്തായിരുന്നു? ഈ സെപ്പറേറ്റ് ഇലക്ടറേറ്റിന് വേണ്ടിയിട്ട് ഏറ്റവും ശക്തമായിട്ട് വാദിച്ച ഒരാളായിരുന്നു ആര്? അംബേദ്കർ. 3 റൗണ്ട് ടേബിൾ കോൺഫറൻസിലും പങ്കെടുത്തിട്ട് അംബേദ്കർ ഏറ്റവും ശക്തമായി വാദിച്ച കാര്യങ്ങളിൽ ഒന്നായിരുന്നു ഏത്? ഈ സെപ്പറേറ്റ് ഇലക്ടറേറ്റ് എന്ന് പറയുന്ന ഈ ഒരു പരിപാടി. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും ഗാന്ധിജിയെയും അംബേദ്കറെയും ആലോചിക്കും. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്? ഇതിനുശേഷം ഗാന്ധിജി എന്ത് ചെയ്യും? ഈ ആക്ട്, ഈ കമ്മ്യൂണൽ അവാർഡ് പിൻവലിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് മരണം വരെ എന്ത് ചെയ്യും? ഉപവാസം ആരംഭിക്കും, അല്ലെ? അപ്പൊ അംബേദ്കറിന് അവസാനം എന്ത് സംഭവിക്കും? അംബേദ്കറിന് ഇതിന് വഴങ്ങാൻ ഒരു താല്പര്യവുമില്ല എങ്കിൽ പോലും ഗാന്ധിജിയുടെ ജീവൻ അപകടത്തിലാകും. അത് പിന്നീട് എന്തായി മാറും? അംബേദ്കറിനെയും അതിലൂടെ തന്നെ ആരിലേക്കും ഇതെല്ലാം
വ്യാപിക്കാൻ സാധ്യതയുണ്ട്. ഡിപ്രസ്ഡ് ക്ലാസ്സിലേക്ക് തന്നെ ഗാന്ധിജിയുടെ മരണത്തിന് കാരണമായി എന്ന രീതിയിൽ എന്ത് ചെയ്യാം, വർത്തമാനങ്ങൾ പടരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അംബേദ്കർ എന്ത് ചെയ്യുകയാണ്, അവസാനം മനസ്സോടുകൂടി എന്ത് ചെയ്യുകയാണ്, അതിന് വഴങ്ങുകയാണ് ചെയ്യുന്നത്. ഇതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം അംബേദ്കർ ഒരുപാട് എന്ത് ചെയ്തിട്ടുണ്ട്, ധാരാളം കത്തുകളൊക്കെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് അതൊക്കെ വേണമെങ്കിൽ പോയി വായിച്ചു നോക്കാവുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ എന്ത് ചെയ്യുകയാണ്, പൂനെയിൽ വെച്ച് ജയിലിൽ വെച്ചാണ് സംഭവിക്കുന്നത്. അവിടെ വെച്ച് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു മീറ്റിംഗ് വരികയും അവിടെ വെച്ച് എന്ത് ചെയ്യുകയാണ്, പൂനെ പാക്ട് സൈൻ ചെയ്യപ്പെടുകയും ചെയ്യുകയാണ്. ഇനി അതിൽ സൈൻ ചെയ്യുന്നത് ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഗാന്ധിജിയുടെ സൈൻ ഇല്ല. ആരൊക്കെ തമ്മിലാണ്, അംബേദ്കർ ഡിപ്രസ്ഡ് ക്ലാസ്സസിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് സൈൻ ചെയ്യുന്ന സമയത്ത് ബാക്കി ഹിന്ദു കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഗാന്ധിജിയുടെ ബേസിസിലും സൈൻ ചെയ്യുന്നത് ആരായിരുന്നു അവിടെ, അത് മദൻ മോഹൻ മാളവ്യ ആയിരുന്നു എന്ന് നിങ്ങൾ ആലോചിക്കുക. മനസ്സിലായോ? അപ്പൊ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് മദൻ മോഹൻ മാളവ്യ ഇവിടെ കടന്നു വരുന്നത് എന്നുള്ളത്. അംബേദ്കറും മദൻ മോഹൻ മാളവ്യയുമാണ് എന്ത് ചെയ്യുന്നത്, അതിൽ സൈൻ ചെയ്യുന്ന രണ്ട് പ്രധാനപ്പെട്ട ആളുകൾ എന്ന് നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് ആലോചിച്ച് വെക്കുക. ശരിയാണ്, ഗാന്ധിജിയും അംബേദ്കറും തമ്മിലായിരുന്നു ഐഡിയോളജിക്കൽ സ്ട്രഗിൾ നടന്നിരുന്നത് ആ സമയത്ത്. പക്ഷേ ഹൂ സൈൻ ദാറ്റ് പാക്ട്, the person who signed that pact was not Gandhiji but it was മദൻ മോഹൻ മാളവ്യ എന്ന കാര്യം കൃത്യമായിട്ട് ഓർത്തു വെക്കാൻ ശ്രമിക്കുക. അതിൽ സംശയങ്ങളൊന്നുമില്ല എന്ന് വിശ്വസിക്കുകയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 5 വായിച്ചു നോക്കൂ. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1935. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. എന്തെല്ലാം ഓർക്കണം? 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന് കേൾക്കുമ്പോൾ ബൾക്കി അല്ലേ, നമ്മൾ പറഞ്ഞിട്ട് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഇങ്ങനെ ബൾക്കി ആവാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നും എന്തായിരുന്നു, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ഇത്രയും ബൾക്കി ആയതുകൊണ്ടായിരുന്നു അല്ലെ. ധാരാളം ആർട്ടിക്കിളുകളൊക്കെ ഉൾപ്പെട്ട വളരെ വലിയ അതായത് ബ്രിട്ടീഷ് പാർലമെന്റ് ഇന്ത്യക്ക് വേണ്ടി പാസ്സാക്കിയിട്ടുള്ള ഏറ്റവും വലിയൊരു ഡോക്യുമെന്റ് ആയിരുന്നു ഏത്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 എന്ന് പറയുന്നത് അല്ലെ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും 321 സെക്ഷനുകളും 10 ഷെഡ്യൂളുകളൊക്കെ ഉൾപ്പെടുന്ന രീതിയിൽ വളരെ ബൃഹത്തായിട്ടുള്ളൊരു രേഖയായിരുന്നു ഈ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. അതിൽ ധാരാളം എന്ത് കൊണ്ടുവരുന്നുണ്ട്, മാറ്റങ്ങളും എവിടേക്ക് കൊണ്ടുവരുന്നുണ്ട്, ഇന്ത്യൻ പൊളിറ്റിയിലേക്ക് ആര് കൊണ്ടുവരുന്നുണ്ട്, ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇത് പാസ്സാക്കുന്നതോട് കൂടിയിട്ട് കൊണ്ടുവരുന്നുണ്ട്. നോക്കൂ, നമുക്ക് സ്റ്റേറ്റ്മെന്റുകൾ വായിക്കാം, എന്നിട്ട് ഏതെല്ലാമാണ് ശരിയെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ നോക്കൂ, പ്രിൻസ്ലി സ്റ്റേറ്റ്സ് were also part of the proposed federation. അപ്പോൾ നമുക്കറിയാം ആദ്യമായിട്ട് ഒരു ഓൾ ഇന്ത്യ ഫെഡറേഷൻ എന്നുള്ള കൺസെപ്റ്റ് കൊണ്ടുവന്നത് ഏത് ആക്ടിലായിരുന്നു, 1935 ആക്ടിലായിരുന്നു എന്ന് നിങ്ങൾ ആലോചിക്കേണ്ടതുണ്ട്. അപ്പൊ ഇതിൽ പറയുന്നത് എന്താണ്, ഈ വരുന്ന ഫെഡറേഷനിൽ ആര് പാർട്ടായിരുന്നു, പ്രിൻസ്ലി സ്റ്റേറ്റുകളും പാർട്ടായിരുന്നു എന്നതാണ് ഈ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് മനസ്സിലായോ? രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്കൊന്ന് ഇപ്പൊ തന്നെ ഒന്ന് ഡൈസെക്ട് ചെയ്ത് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം പണ്ടത്തെ ബ്രിട്ടീഷ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരുന്നു, നാട്ടുരാജ്യങ്ങൾ അഥവാ പ്രിൻസ്ലി സ്റ്റേറ്റുകളും ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരുടെ അടിയിലുള്ള സ്ഥലമുണ്ട്. ഇപ്പൊ നമ്മളുടെ തെക്കേ അറ്റം നോക്കുകയാണെങ്കിൽ ഇതെന്താണ്, മദ്രാസ് പ്രൊവിൻസ് ആണ് അല്ലെ. മദ്രാസ് പ്രൊവിൻസ് ഡയറക്ട്ലി ബ്രിട്ടീഷുകാരുടെ അടിയിലായിരുന്നു അല്ലെ. ഇതിനോട് ചേർന്ന് എന്ത് കിടക്കുന്നുണ്ട്, ട്രാവൻകൂറും കൊച്ചിയൊക്കെ കിടക്കുന്നുണ്ട് അല്ലെ. അതെങ്ങനെയായിരുന്നു, അത് പ്രിൻസ്ലി സ്റ്റേറ്റുകളായിരുന്നു, നാട്ടുരാജാക്കന്മാരായിരുന്നു അല്ലെ. ഇവര് ബ്രിട്ടീഷുകാരോട് വിധേയത്വം പ്രഖ്യാപിച്ചുകൊണ്ട് ഇവരാണ്, ഈ നാട്ടുരാജാക്കന്മാരാണ് ഈ ഭാഗം ഭരിച്ചിരുന്നത്. ഇന്നത്തെ നമ്മുടെ കേരളം എടുത്ത് നോക്കുകയാണെങ്കിൽ മലബാർ ആരുടെ ഭാഗമായിരുന്നു, ഈ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമായിരുന്നു. ട്രാവൻകൂറും കൊച്ചിയും ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമായിരുന്നോ? അല്ല, അത് നാട്ടുരാജ്യങ്ങളായിരുന്നു. ബ്രിട്ടീഷുകാരോട് വിധേയത്വം എന്ത് ചെയ്യുകയായിരുന്നു, അവർ പ്രഖ്യാപിച്ചിരുന്നു. അപ്പോൾ ഇതിൽ പറയുന്നത്, ഈ പറയുന്ന ഫെഡറേഷനിൽ ഈ ബ്രിട്ടീഷ് ഇന്ത്യ എന്ന് പറഞ്ഞ ഡയറക്ട്ലി ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന ഭാഗങ്ങൾ മാത്രമല്ല, പകരം ഏതുകൂടി ഉണ്ടായിരുന്നു, ഇത്തരത്തിലുള്ള പ്രിൻസ്ലി സ്റ്റേറ്റുകൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് വിഭാവനം ചെയ്ത ഫെഡറേഷൻ രൂപീകൃതമാക്കാൻ ശ്രമിച്ചത് എന്നാണ് ഇവർ പറയുന്നത്. ശരിയായിരുന്നോ? തീർച്ചയായിട്ടും ശരിയായിരുന്നു. പ്രിൻസ്ലി സ്റ്റേറ്റുകളെയും ഡയറക്ട്ലി ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രൊവിൻസുകളെയും ഒരുമിച്ച് ചേർത്തുകൊണ്ടുള്ള ഒരു പാൻ ഇന്ത്യ ഫെഡറേഷൻ ആണ് ആര് വിഭാവനം ചെയ്തത്, ബ്രിട്ടീഷുകാര് വിഭാവനം ചെയ്തിരുന്നത്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്, തീർച്ചയായിട്ടും ശരി തന്നെയാണ്. രണ്ടാമത്തേത് നോക്കൂ, മോസ്റ്റ് ഐറ്റംസ് ഫാൾ ഇൻ ടു ദ പ്രൊവിൻഷ്യൽ ലിസ്റ്റ് എന്നാണ് പറയുന്നത്. നമുക്കറിയാം ഈ ഒരു 1935 ആക്ടിൽ എന്ത് സംഭവിക്കുന്നുണ്ട്, ഒരു സെൻട്രൽ ലിസ്റ്റ് വരുന്നുണ്ട് അല്ലെ, ഡിവിഷൻ നടത്തുന്നുണ്ട്. സെൻട്രൽ ലിസ്റ്റ് അല്ല, ഫെഡറേഷൻ ആണല്ലോ. അപ്പോൾ ഫെഡറൽ ലിസ്റ്റ് എന്ന പേരിൽ എന്ത് വരുന്നുണ്ട്, ഒരു ലിസ്റ്റ് വരുന്നുണ്ട്. അതിനൊപ്പം എന്ത് വരുന്നുണ്ട്, പ്രൊവിൻഷ്യൽ ലിസ്റ്റ് എന്ന് വെച്ച് പ്രൊവിൻസുകളുടെ കീഴിലുള്ള ഒരു ഡിവിഷൻ ഓഫ് പവർ നടക്കാൻ വേണ്ടിയിട്ടുള്ള പ്രൊവിൻസുകളുടെ കീഴിലുള്ള ഒരു ലിസ്റ്റ് വരുന്നുണ്ട്. അതിനുശേഷം എന്ത് വരുന്നുണ്ട്, കൺകറന്റ് ലിസ്റ്റ് വരുന്നുണ്ട് അല്ലെ. അതിനുശേഷം റെസിഡ്യൂറി പവറുകളുമുണ്ട്. ഫെഡറൽ ലിസ്റ്റ് പറഞ്ഞാൽ എന്താണ്, കേന്ദ്ര തലത്തിൽ അല്ലെ, വൈസ്രോയുടെ നേതൃത്വത്തിൽ എന്ത് ചെയ്യാൻ സാധിക്കും, കൃത്യമായിട്ട് നിയമനിർമ്മാണങ്ങൾ, അവിടുത്തെ കേന്ദ്ര തലത്തിലുള്ള നിയമനിർമ്മാണ സഭകൾക്ക് അല്ലെ, ബൈക്യാമറലിസം ഒക്കെ വന്നു കഴിഞ്ഞു, ആ സഭകൾക്ക് എന്ത് ചെയ്യാം, നിയമനിർമ്മാണം നടത്താം.
ഏതെല്ലാം വിഷയങ്ങളിൽ? ഫെഡറൽ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങളിൽ. പ്രൊവിൻഷ്യൽ ലിസ്റ്റിൽ എങ്ങനെയായിരിക്കും കാര്യങ്ങൾ? പ്രൊവിൻസുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിയമനിർമ്മാണം നടത്താൻ പറ്റും. ഏത് വിഷയങ്ങളിൽ? പ്രൊവിൻസുകൾക്ക് ഇതുപോലെ കൊടുത്തിട്ടുള്ള ലിസ്റ്റിൽ നിന്ന്. കൺകറന്റ് ലിസ്റ്റ് എന്താണ്? കേന്ദ്ര തലത്തിലും അതുപോലെ തന്നെ പ്രൊവിൻസുകളിലും, ഫെഡറൽ തലത്തിലും പ്രൊവിൻസ് തലത്തിലും എന്ത് ചെയ്യാൻ പറ്റും? രണ്ടു കൂട്ടർക്കും ചില സബ്ജക്റ്റുകളിൽ എന്ത് ചെയ്യാൻ പറ്റും? നിയമനിർമ്മാണം നടത്താൻ പറ്റും. അതാണ് കൺകറന്റ് ലിസ്റ്റ് അല്ലെ. അപ്പൊ ഈ രീതിയിൽ 3 രീതിയിൽ എന്തുണ്ട്? ലിസ്റ്റ് ഉണ്ട്. ഈ സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്? ഏറ്റവും അധികം ഐറ്റംസ് പ്രൊവിൻഷ്യൽ ലിസ്റ്റിലാണ് ഉണ്ടായിരുന്നത് എന്നാണ് പറയുന്നത്. പ്രൊവിൻഷ്യൽ ലിസ്റ്റിലായിരുന്നത്ര ഏറ്റവും അധികം ഐറ്റംസ്. അങ്ങനെ ആയിരിക്കുമോ? ലോജിക്കലി അങ്ങനെ ആവാൻ സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും സാധ്യത ഇത്തിരി കുറവാണ്. പക്ഷെ അത്രയധികം വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നില്ല. ഫെഡറൽ എന്ത് ചെയ്യും? ഫെഡറേഷൻ എന്ത് ചെയ്യും? അല്ലെങ്കിൽ സെൻട്രൽ ലെവൽ എന്ത് ചെയ്യും? കൂടുതൽ വിഷയങ്ങൾ സ്വന്തം കയ്യിൽ ഉൾപ്പെടുത്തും അല്ലെ. 59 സബ്ജക്റ്റുകളാണ് ഫെഡറൽ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. 54 സബ്ജക്റ്റുകളാണ് എവിടെ ഉണ്ടായിരുന്നത്? പ്രൊവിൻഷ്യൽ ലിസ്റ്റിൽ വന്നിട്ടുണ്ടായിരുന്നത് എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് ആലോചിക്കുക. കൺകറന്റ് ലിസ്റ്റിൽ 36 സബ്ജക്റ്റുകളാണ് എന്ത് ചെയ്തിരുന്നത്? ഉൾപ്പെടുത്തിയിരുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ആർക്കാണ് കൂടുതൽ സബ്ജക്റ്റുകൾ വരുന്നത്? ഫെഡറൽ ലിസ്റ്റിൽ തന്നെയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഈ പ്രൊവിൻഷ്യൽ ലിസ്റ്റ് എന്തായിട്ട് വരില്ല? മോസ്റ്റ് ഐറ്റംസ് എന്നുള്ള രീതിയിൽ വരില്ല. അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്? തീർച്ചയായിട്ടും തെറ്റാണ്. ഇനി നമുക്ക് ഈ 2 സ്റ്റേറ്റ്മെന്റുകളെയും ഇങ്ങനെ പഠിക്കേണ്ട ആവശ്യമേ ആക്ച്വലി ഈ ചോദ്യത്തിൽ ഉണ്ടായിരുന്നില്ല. വളരെ എളുപ്പമുള്ള, നമ്മൾ വളരെ എന്താ പറയുക, സ്ട്രെസ് ചെയ്ത് പറഞ്ഞിരുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് 3ാമത്തെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വന്നിരിക്കുന്നത്. എന്താണത്? റെസിഡ്യുവറി പവറുകൾ. അതായത് ഈ 3 ലിസ്റ്റിലും വരാത്ത പുറമെ പുതിയതായിട്ട് വന്ന് ഭവിക്കുന്ന ചില എന്ത് ചെയ്യും? സബ്ജക്റ്റുകൾ ഉണ്ടാവും. അവ എന്താണ്? അവയെ സംബന്ധിച്ച നിയമനിർമ്മാണമാണ് റെസിഡ്യുവറി പവറുകൾ എന്ന് പറയുക. ഈ റെസിഡ്യുവറി പവറുകൾ ആരുടെ അടിയിലായിരുന്നു എന്നാണ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്? റെസിഡ്യുവറി പവേഴ്സ് വെർ അണ്ടർ ദ കൺട്രോൾ ഓഫ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്. ആയിരുന്നോ? അല്ല. നമ്മൾ ധാരാളം ചർച്ച ചെയ്തിട്ടുണ്ട്. ഇത് ആരുടെ അടിയിലായിരുന്നു? വൈസ്രോയിക്കായിരുന്നു കൃത്യമായിട്ട് എന്ത്? ഈ റെസിഡ്യുവറി പവറുകളിൽ നിയമനിർമ്മാണം നടത്തുന്നതിനുള്ള അധികാരം ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ 3ാമത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് കുറച്ചുകൂടി പരിചിതമല്ലേ? നമ്മൾ കുറച്ചുകൂടി ഓർത്ത് വെക്കുന്ന കാര്യമല്ലേ? അപ്പൊ ഇത് ശരിയല്ല എന്ന് നമുക്ക് മനസ്സിലായാൽ നിങ്ങളുടെ ഓപ്ഷൻസ് നോക്കൂ. എന്തെല്ലാമാണ് ഓപ്ഷൻസ്? ഓൾ ദ എബോവ്, എല്ലാം ശരിയാണ്. 2ഉം 3ഉം ശരിയാണ്. 1ഉം 3ഉം ശരിയാണ്. 3 ശരിയല്ല എന്നറിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ 3 ഓപ്ഷനുകളും നമുക്ക് അല്ലെന്ന് ഉടനെ എന്ത് ചെയ്യാം? തീരുമാനിക്കാം. കാരണം 3ാമത്തേത് ശരിയാണ് എന്നാണ് ഈ 3 ഓപ്ഷൻസ് നമുക്ക് എന്ത് ചെയ്യുന്നത്? വിവരം തരുന്നത്. തീർച്ചയായും ഈ 3ാമത്തെ ഓപ്ഷൻ മാത്രം വായിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ 3 എണ്ണവും എലിമിനേറ്റ് ചെയ്ത് 1ാമത്തേത് മാത്രം ശരിയാണ് എന്ന ഉത്തരത്തിലേക്ക് നമുക്ക് വേഗത്തിലെത്താൻ സാധിക്കും. നിങ്ങൾക്ക് ഒന്നുകൂടി കാര്യങ്ങൾ മനസ്സിലാവുന്നതിന് വേണ്ടി എന്ത് ചെയ്തു എന്നേ ഉള്ളൂ? ഓരോന്നും കൃത്യമായി വിവരിച്ചു എന്നതേ ഉള്ളൂ. പക്ഷെ എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻസ് നോക്കുന്ന സമയത്ത് ഈ രീതിയിൽ എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കുമോ എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. എലിമിനേഷൻ നടത്തിയിട്ട് എന്ത് ചെയ്യുക? നമ്മൾ തിരയുന്ന ഓപ്ഷൻസിന്റെ എണ്ണം ചുരുക്കി കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. അപ്പൊ കൃത്യമാണല്ലോ. 5ാമത്തെ ക്വസ്റ്റ്യൻ എന്തിനാണ് വേണ്ടി ചോദിച്ചതാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുകയാണ്. 6ാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. 6ാമത്തെ ചോദ്യം എന്താണ്? കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. 1ാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കൂ നിങ്ങൾ. The first public service commission in India was set up in the year 1926 on the recommendation of the Lee Commission on the superior civil services in India. ഈ 1926 എന്ന കാര്യം നമ്മൾ സംസാരിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. 1926 നമ്മളുടെ പബ്ലിക് സർവീസ് കമ്മീഷൻ നിലവിൽ വരുന്നത് എന്ന് നമ്മൾ സംസാരിച്ചിരുന്നു. ഏത് ആക്ട് പ്രകാരമായിരുന്നു അത് വന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? 1919. നമ്മൾ പ്രത്യേകം പറഞ്ഞിരുന്നു 1919 ആക്ട് പ്രകാരം ഒരു പബ്ലിക് സർവീസ് കമ്മീഷൻ നിലവിൽ വരുന്നതിന് വേണ്ടി പറഞ്ഞു. ശേഷം 26 സംഭവിക്കുന്നത്. ഈ പബ്ലിക് സർവീസ് കമ്മീഷൻ നിലവിൽ വരുന്നത് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ലീ കമ്മീഷൻ തന്നെയാണ് എന്ത് ചെയ്യുന്നത്? അതിന്റെ റെക്കമെൻഡേഷൻ നടത്തുന്നത്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ്? ശരിയാണ്. ഈ 1919 പബ്ലിക് സർവീസ് കമ്മീഷൻ എന്നേ പറഞ്ഞിരുന്നുള്ളൂ. പക്ഷേ അതിന് തൊട്ടടുത്ത ആക്ട് നമ്മൾ കണ്ടിരുന്നു. എന്താണ്? ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 പ്രൊവൈഡഡ് ഫോർ സെറ്റിംഗ് അപ്പ് ഓഫ് പബ്ലിക് സർവീസ് കമ്മീഷൻസ് അറ്റ് ബോത്ത് ദ ഫെഡറൽ ആൻഡ് പ്രൊവിൻഷ്യൽ ലെവൽ. അത് ശരിയാണോ? തീർച്ചയായിട്ടും ശരിയാണ്. 35 ആക്ടിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകതകളിൽ ഒന്ന് എന്ന് പറയുന്നത് എന്തായിരുന്നു? ധാരാളം അല്ലെ RBIയുടെ രൂപീകരണത്തിന് ഇത് കാരണമായിട്ടുണ്ട്. ഫെഡറൽ കോർട്ടിന്റെ രൂപീകരണത്തിന് ഇത് കാരണമായിട്ടുണ്ട് അല്ലെ. ഇത്തരത്തിൽ ധാരാളം സ്ഥാപനങ്ങൾ വരുന്നതിന് കാരണമായ ഒരു ആക്ടാണ് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അതിനൊപ്പം തന്നെ എന്ത് വന്നു? ഫെഡറൽ തലത്തിലും അതുപോലെ തന്നെ പ്രൊവിൻസുകളുടെ തലത്തിലും എന്ത് ചെയ്യുകയാണ്? ഈ ഒരു
ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 പബ്ലിക് സർവീസ് കമ്മീഷനുകളെ കൊണ്ടുവരികയാണ്. എന്നിട്ട് നമ്മൾ ഉദാഹരണമായിട്ട് പറഞ്ഞിരുന്നു അല്ലേ, 1936 എന്ത് വരുന്നുണ്ട്, തിരുവിതാംകൂറിലെ PSC വരുന്നുണ്ട്. കേരളത്തിൻ്റെ ഉദാഹരണം നമ്മൾ പറഞ്ഞ ഓർമ്മയുണ്ടോ, തിരുവിതാംകൂർ PSC 1936 വരുന്നുണ്ട്. 36 തന്നെ എന്ത് വരുന്നുണ്ട്, സ്റ്റാഫ് സെലക്ഷൻ ബോർഡ് ഓഫ് കൊച്ചി അല്ലെ, കൊച്ചിൻ സ്റ്റാഫ് സെലക്ഷൻ ബോർഡ് എവിടെ വരുന്നുണ്ട്, ഇതേ വർഷത്തിൽ വരുന്നുണ്ട്. പിന്നീട് നമ്മൾ 1947 എന്ത് ചെയ്യുന്നുണ്ട്, ഈ സ്റ്റാഫ് സെലക്ഷൻ ബോർഡ് ഓഫ് കൊച്ചി എന്തായി മാറുന്നു എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതുപോലെ തന്നെ കൊച്ചിയുടെ PSC ആയിട്ട് മാറുന്നു 47 എന്ന് നമ്മൾ പറഞ്ഞു. അതിനുശേഷം 49 രണ്ട് നാട്ടുരാജ്യങ്ങളും ഒന്നിച്ചു കഴിഞ്ഞ ശേഷം എന്ത് ചെയ്യും, 49 ഇതൊരു തിരുവിതാംകൂർ കൊച്ചി PSC ആയിട്ട് മാറും. ശേഷം 56 കേരള സംസ്ഥാനം രൂപീകരിക്കുമ്പോഴാണ് എന്തായി മാറുന്നത്, അത് കേരള PSC ആയിട്ട് മാറുന്നത് എന്നൊക്കെ നമ്മൾ ആ സമയത്ത് ചർച്ച ചെയ്തിരുന്നു. അപ്പോൾ 1936 ഈ തിരുവിതാംകൂർ PSC രൂപീകരിക്കാൻ കാരണമാകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും എന്തായിരിക്കും, ഫെഡറൽ ലെവലിൽ മാത്രമല്ല പ്രൊവിൻസ് ലെവലിലും എന്ത് സംഭവിക്കുകയാണ്, PSCകൾ രൂപീകരിക്കാം എന്നുള്ളൊരു നിയമം വരികയാണ്. അതുകൊണ്ടാണ് 35 കഴിഞ്ഞ് 36 തന്നെ ഇത് രൂപീകരിക്കുന്നത് എന്നൊക്കെ ഓർത്തു വെക്കണമെന്ന് പറഞ്ഞിരുന്നു. അത് നിങ്ങളുടെ ചിന്തയിലുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ രണ്ടാമത്തെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ത് ചെയ്യാം, കൃത്യമായിട്ടും ശരിയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. രണ്ടാമത്തെ ശരിയാണ് എന്ന് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഇത് ഒഴിവാക്കാം. ഓൺലി 1 മാത്രമായിരിക്കുമോ ട്രൂ? അല്ല, കാരണം 2 ട്രൂ ആണ്. അതുപോലെ തന്നെ നൺ ഓഫ് ദിസ് ട്രൂ എന്നത് ഓപ്ഷൻ നിൽക്കുമോ? അതും നിൽക്കില്ല. നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഇനി ഇത് കൃത്യമായിട്ട് ഒന്നാമത്തെ അറിയില്ല എങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ ഓപ്ഷൻസിന്റെ എണ്ണം വെറും 2 എണ്ണത്തിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, കൊണ്ടുവരാൻ സാധിക്കും. അവസാനം നമുക്ക് എന്ത് മനസ്സിലാകും, ബോത്ത് ട്രൂ എന്നുള്ളതാണ് എന്ത് ശരിയായിട്ടുള്ള ആൻസർ. കാരണം ഈ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിരിക്കുന്ന ലീഗ് കമ്മീഷന്റെ റെക്കമെൻഡേഷൻ അനുസരിച്ച് 1926 തന്നെയാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ ഇന്ത്യയിൽ സെറ്റപ്പ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ബോത്ത് ആർ ട്രൂ എന്നതാണ് ഇത് ഈ ഒരു ചോദ്യത്തിന്റെ ആൻസർ എന്ന് നിങ്ങൾ ഓർക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. 7ാമത്തെ ചോദ്യം. ഇതാണ് ഒരു ഡയറക്റ്റ് ക്വസ്റ്റൻ ആയിട്ട് വന്നിട്ടുള്ളത്. നോക്കൂ, ഇതിൽ വാക്കുകളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ദ ഇനീഷ്യൽ ഐഡിയ ഓഫ് റിക്രൂട്ട്മെന്റ് ഓൺ മെറിറ്റ് പ്രിൻസിപ്പിൾ ക്യാൻ ബി ട്രേസ്ഡ് ബാക്ക് ടു. മെറിറ്റ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ചു കൊണ്ടിട്ടുള്ള റിക്രൂട്ട്മെന്റ് അല്ലെ, ഡയറക്റ്റ് എന്ത് ചോദിച്ചില്ല, അവർ ഡയറക്റ്റ് ചോദ്യം ചോദിക്കുകയല്ല. എന്താ അവർ പറഞ്ഞിരിക്കുന്നത്, മെറിറ്റ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ചുകൊണ്ട് റിക്രൂട്ട്മെന്റ് എന്നുള്ളത് നമുക്ക് ഏത് കമ്മീഷനിലേക്ക് ട്രേസ് ബാക്ക് ചെയ്യാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവോ, നമ്മൾ ചാർട്ടർ ആക്ടുകൾ പഠിച്ചിരുന്നു അല്ലെ. ചാർട്ടർ ആക്ടുകൾ പഠിച്ചിരുന്ന സമയത്ത് നമ്മൾ കണ്ടിരുന്നു 1833 ചാർട്ടർ ആക്ടിൽ എന്തിന് ശ്രമിക്കുന്നുണ്ട്, ഇന്ത്യൻ സിവിൽ സർവീസിലേക്ക് ഒരു ഓപ്പൺ എക്സാമിനേഷൻ നടത്താൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട്, ഒരു ഓപ്പൺ എക്സാമിനേഷൻ നടത്തിയ ആളുകളെ തിരഞ്ഞെടുക്കാൻ, കമ്പനിക്ക് ഇഷ്ടമുള്ള ആളുകളെ വെക്കാതെ ഒരു ഓപ്പൺ എക്സാമിനേഷൻ നടത്താനുള്ള ശ്രമം ആര് നടത്തുന്നുണ്ട്, ബ്രിട്ടീഷുകാർ ചാർട്ടർ ആക്ടിലൂടെ നടക്കുന്നുണ്ട്, ബ്രിട്ടീഷ് പാർലമെന്റ് നടത്തുന്നുണ്ട് 1833. പക്ഷെ ശക്തമായിട്ടുള്ള എതിർപ്പ് കാരണം ഇതെന്ത് ചെയ്യുന്നില്ല, നടക്കുന്നില്ല. ശേഷം അടുത്ത ചാർട്ടർ ആക്ടിൽ 1853 എന്ത് ചെയ്യുന്നുണ്ട്, ഇവർ കൃത്യമായിട്ട് ഇന്ത്യൻ സിവിൽ സർവീസിലേക്ക് ഒരു ഓപ്പൺ എക്സാമിനേഷൻ അവർ വിഭാവനം ചെയ്യുകയാണ്, കൊണ്ടുവരികയാണ്. ഇതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട് 1854 തന്നെ ഒരു കമ്മീഷനെ രൂപീകരിക്കുന്നത് നമ്മൾ പറഞ്ഞിരുന്നു. ആ കമ്മിറ്റി ആയിരുന്നു ഏത്, മെക്കോളെ കമ്മിറ്റി. അതായത് മെറിറ്റ് നോക്കിയിട്ട് ഇഷ്ടമുള്ള രീതിയിൽ കമ്പനി വെക്കുകയല്ല, പരീക്ഷ എഴുതി അതിൽ മെറിറ്റുള്ള ആളുകളെ എങ്ങോട്ട് ചെയ്യുക, റിക്രൂട്ട് ചെയ്യുക. ഈ ഒരു കൺസെപ്റ്റിന് കാരണമായിട്ടുള്ള കമ്മിറ്റി ഏതായിരുന്നു, അപ്പോൾ മെക്കോളെ കമ്മിറ്റി അല്ലെ. നോക്കൂ, നമ്മൾ 1853 ചാർട്ടർ ആക്ട് വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അവസാനത്തെ ചാർട്ടർ ആക്ട് ആണ് അല്ലെ. നമ്മളുടെ എന്ത് ചെയ്തിട്ടുണ്ട്, ലെജിസ്ലേറ്റീവ് ആൻഡ് എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻസിന്റെ 2 ആക്കുകയാണ് ഗവർണർ ജനറൽ കൗൺസിലിന്റെ അല്ലെ. എന്നിട്ടാണ് ഇന്ത്യൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്ന് വെച്ചിട്ട് കേന്ദ്രതലത്തിൽ എന്ത് വരുന്നത്, അല്ലെങ്കിൽ ഇന്ത്യൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്ന പേരിൽ ലെജിസ്ലേഷന് വേണ്ടിയിട്ട് ഒരു ബോഡി സെപ്പറേറ്റ് വരികയാണ്. അത്രയും കാലം ഗവർണർ ജനറലിന്റെ നേതൃത്വത്തിൽ തന്നെയാണ് നിയമനിർമ്മാണവും നടത്തുന്നുണ്ടായിരുന്നത്. അപ്പോൾ എക്സിക്യൂട്ടീവ് ഫംഗ്ഷനെയും ലെജിസ്ലേറ്റീവ് ഫംഗ്ഷനെയും പിരിച്ചു. അതിലൂടെ ഇന്ത്യൻ അല്ലെങ്കിൽ സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ നിലവിൽ വന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ആ കൂട്ടത്തിലാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓപ്പൺ കോമ്പറ്റീഷൻ സിവിൽ സർവീസിൽ കൊണ്ടുവന്നു അല്ലെ. മെക്കോളെ കമ്മിറ്റിയെ നിയമിച്ചു. അപ്പോൾ ഓപ്പൺ കോമ്പറ്റീഷൻ എന്നൊക്കെയാണോ ചോദ്യത്തിൽ വന്നത്? അല്ല, ഇതിന്റെ ഒരു കൺസെപ്റ്റ് ആണ് ചോദിച്ചത് അല്ലെ. ഈ കൺസെപ്റ്റ് നമ്മൾ കഥ പറയുമ്പോൾ ഇങ്ങനെ ഈ കൺസെപ്റ്റ് പറഞ്ഞിരുന്നു അല്ലെ. അതായത് എങ്ങനെയാണ്
ഏറ്റവും എന്ത് ചെയ്യണം, കോമ്പറ്റീഷനിലൂടെ അല്ലെ, മെറിറ്റ് നോക്കിയിട്ട് എന്ത് ചെയ്യുകയാണ്, ആളുകളെ തിരഞ്ഞെടുക്കുകയാണ്. അല്ലാതെ ഇഷ്ടമുള്ള ആളുകൾ എന്ത് ചെയ്യുകയല്ല, അങ്ങ് തിരികെ കയറ്റുകയല്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. അതിൻ്റെ പേര് തന്നെയല്ലേ മെറിറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ചോദ്യങ്ങൾ എങ്ങനെ വരാം, ഡയറക്റ്റ്ലി ആയിരിക്കണമെന്നില്ല. ആ ചോദ്യത്തിലെ വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമായിരിക്കും. ഇപ്പം ഡയറക്റ്റ്ലി നിങ്ങളോട് ചോദിക്കുകയാണ്, ഇങ്ങനെ 1853 ചാർട്ടർ ആക്ട് പ്രകാരം ഇത്തരം സിവിൽ സർവീസിലേക്കുള്ള കാര്യങ്ങളെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് വെച്ച കമ്മിറ്റി ഏതായിരുന്നു, നിങ്ങളോട് ഡയറക്റ്റ്ലി ചോദിച്ചു. നിങ്ങൾ ഡയറക്റ്റ്ലി ഭൂരിഭാഗം ആളുകളും മെക്കാളെ കമ്മിറ്റി എന്ന് എഴുതും. പക്ഷേ അങ്ങനെ ചോദിക്കുമോ? അങ്ങനെ ചോദിക്കില്ല ഒരിക്കലും. എന്താണ് ചോദിക്കുക, അതിൻ്റെ പിന്നിലുള്ള ആ ബേസിക് ഐഡിയയാണ് അവർ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് അറിയുമോ എന്ന് നോക്കുകയാണ്. അതാണ് ഏത്, ഇനീഷ്യൽ ഐഡിയ ഓഫ് റിക്രൂട്ട്മെന്റ് ഓൺ മെറിറ്റ് പ്രിൻസിപ്പിൾ ക്യാൻ ബി ട്രേസ്ഡ് ബാക്ക് ടു. അതാരാണ്, മെക്കാളെ കമ്മിറ്റിയാണ്. കൃത്യമാണല്ലോ, ആ ചോദ്യവും കഴിയുകയാണ്. ഇനി നമ്മൾ ഇന്നത്തെ അവസാനത്തെ ചോദ്യത്തിലേക്ക് വന്നിരിക്കുകയാണ്. എന്താണിത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയർ ഈസ് കറക്റ്റ്ലി മാച്ച്ഡ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇൻകറക്റ്റ്ലി മാച്ച്ഡ് ആണോ കറക്റ്റ്ലി മാച്ച്ഡ് ആണോ എന്ന് ശ്രദ്ധിക്കണം. ചിലത് എന്ത് ചെയ്യും, കറക്റ്റ്ലി എന്നായിരിക്കില്ല, ഇൻകറക്റ്റ്ലി മാച്ച്ഡ് എന്നായിരിക്കും ചോദിക്കുക. ശ്രദ്ധിക്കുക കൃത്യമായി എന്താണ് ചോദിച്ചിട്ടുള്ളത് എന്ന് ശ്രദ്ധിക്കുക. താഴെ മുതൽ നമുക്ക് തുടങ്ങാം. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935, ഡയാർക്കി ഇൻ പ്രൊവിൻസസ്. ശരിയാണോ ഇത്? ശരിയല്ല. എന്തുകൊണ്ടാണ് ശരിയല്ല എന്ന് നമ്മൾ പറയുന്നത്? ഡയാർക്കി വരുന്നത് എവിടെയാണ്? 1919 അല്ലെ. നമ്മൾ പറഞ്ഞു രണ്ടാക്കുക. ഈ രണ്ടാക്കൽ വന്ന ഒരു രണ്ടാക്കലായിരുന്നു ഏത്? പ്രൊവിൻസുകളിലെ ഡയാർക്കി. എന്തായിരുന്നു ഡയാർക്കി എന്ന് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? പ്രൊവിൻസുകൾക്ക് കൊടുക്കുന്ന സബ്ജക്റ്റുകൾ അല്ലെ, ആ സബ്ജക്റ്റുകളെ എന്ത് ചെയ്യും, രണ്ടാക്കിയിട്ടുണ്ട്. ഈ സബ്ജക്റ്റുകളെ രണ്ടാക്കിയിട്ടുണ്ട്. ചിലതെന്താണ് ട്രാൻസ്ഫേർഡ് സബ്ജക്റ്റ്, ചിലതെന്താണ് റിസർവ്ഡ് സബ്ജക്റ്റുകൾ അല്ലെ. ഈ ട്രാൻസ്ഫേർഡ് സബ്ജക്റ്റുകൾ എന്ന് വെച്ചാൽ അത് എങ്ങനെയായിരിക്കും? ഈ ട്രാൻസ്ഫേർഡ് സബ്ജക്റ്റുകളെ അവിടുത്തെ ഗവർണർ എന്ത് ചെയ്യണം, മിനിസ്റ്റർമാരുടെയൊക്കെ കൂടിയുള്ള നിർദ്ദേശങ്ങൾ പരിഗണിച്ചുകൊണ്ട് എന്ത് ചെയ്യണം, ഗവർണർ ഇതിൽ ലെജിസ്ലേഷൻ നടത്തണം. അതാണ് ട്രാൻസ്ഫേർഡ് സബ്ജക്റ്റ്. ഈ മിനിസ്റ്റേഴ്സിന് അല്ലെങ്കിൽ റെസ്പോൺസിബിൾ ഗവൺമെന്റിന് എന്ത് ചെയ്തിരിക്കുകയാണ്, ഇത് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഇനി നോക്കൂ, റിസർവ്ഡ് സബ്ജക്റ്റുകൾ ഉണ്ട്. ഈ റിസർവ്ഡ് സബ്ജക്റ്റുകൾ എന്ത് ചെയ്യാം, ഗവർണർക്ക് തൻ്റെ കൂടെയുള്ള ഒരു കമ്മിറ്റിയുടെ മാത്രം എന്ത് ചെയ്യാം, നിർദ്ദേശങ്ങളും അല്ലെങ്കിൽ ജസ്റ്റ് അവരുടെ ഒരു എന്താ പറയുക സജഷൻസ് മാത്രം കേട്ടുകൊണ്ട് ഗവർണർക്ക് എന്ത് ചെയ്യാം, കൃത്യമായിട്ട് നടപടികൾ എടുക്കാം. അതാണ് റിസർവ്ഡ് സബ്ജക്റ്റുകൾ. അപ്പോൾ ഈ രീതിയിൽ രണ്ട് രീതിയിൽ പ്രൊവിൻസുകളുടെ സബ്ജക്റ്റുകളെ തിരിക്കുന്ന ഈ രീതിയാണ് ഡയാർക്കി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. ഈ ഡയാർക്കി വന്നത് 35-ലാണോ? അല്ല. എപ്പോഴാണ്? 1919 എന്ന കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ആലോചിക്കുക. അടുത്തത് നോക്കൂ, അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കൂ. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919, 1919. ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്ത് ഇതേ ആക്ട് ആണ് ഇത്. ഈ 1919 എന്ത് വന്നു എന്നാണ് പറയുന്നത്? പ്രൊവിൻഷ്യൽ ഓട്ടോണമി സംഭവിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെയാണോ? പ്രൊവിൻഷ്യൽ ഓട്ടോണമി 1919 വരുന്നുണ്ടോ? തീർച്ചയായിട്ടുമില്ല. പ്രൊവിൻഷ്യൽ ഓട്ടോണമി വരുന്നത് ഏത് സമയത്താണ്? അത് 35 ഈ ഒരു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് വരുന്നു. ശേഷം 37 ഇലക്ഷൻ നടക്കുന്നു. ഈ ഇലക്ഷന് ശേഷമാണ് ഈ 35 ആക്ട് അനുസരിച്ച് എന്ത് വരുന്നത്? പ്രൊവിൻഷ്യൽ ഓട്ടോണമി എന്നുള്ളൊരു കൺസെപ്റ്റ് നമ്മൾ ആദ്യമായിട്ട് കാണുന്നത്. ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കോൺഗ്രസ് ഭൂരിഭാഗം സ്ഥലങ്ങളിലും എന്ത് ചെയ്യുന്നുണ്ട്? നിയമസഭകൾ, മിനിസ്റ്റർ രൂപീകരിക്കുന്നുണ്ട്. പല സബ്ജക്റ്റുകളും എന്ത് ചെയ്യുന്നുണ്ട്? ഡയറക്റ്റ്ലി ഓട്ടോണമസ് ആയിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിസിഷൻ മേക്കിങ്ങിന് സാധിക്കുന്നുണ്ട്. മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി കൂടി എന്ത് ചെയ്യുക, ഇതിനൊപ്പം ആലോചിക്കാൻ വേണ്ടി ശ്രമിക്കുക. അടുത്തത് നോക്കൂ, 1909 ഇന്ത്യൻ കൗൺസിൽസ് ആക്ട്. റെസ്പോൺസിബിൾ ഗവൺമെന്റ് എന്നാണ് പറയുന്നത്. റെസ്പോൺസിബിൾ ഗവൺമെന്റ് എന്നുള്ള ഒരു കൺസെപ്റ്റ് കൊണ്ടുവരുന്നത് 1909 ഇന്ത്യൻ കൗൺസിൽസ് ആക്ടിലാണോ? തീർച്ചയായിട്ടുമല്ല. നമ്മൾ കുറച്ച് മുമ്പ് കണ്ടിരുന്നു 1919 എന്ത് ചെയ്യുന്നത്? ഇവർ ആദ്യമായിട്ട് ഈ ഒരു കൺസെപ്റ്റ് മുന്നോട്ട് വെക്കുന്നത്. കൃത്യമായി പറയുകയാണെങ്കിൽ 1917 ബ്രിട്ടീഷ് ഗവൺമെന്റ് എന്ത് പറയുന്നത്? റെസ്പോൺസിബിൾ ഗവൺമെന്റ് എന്നുള്ളതാണ് നമ്മളുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഉദ്ദേശം എന്നവർ പ്രഖ്യാപിക്കുന്നത്. 19 ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. ശേഷം റെസ്പോൺസിബിൾ ഗവൺമെന്റ് കിട്ടുന്നതൊക്കെ എപ്പോഴാണ്? പിന്നീടും ഒരുപാട് കാലം കഴിഞ്ഞിട്ട് മാത്രമാണ് എന്ന് കൂടി ആലോചിക്കുക. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റും ശരിയല്ല. ഇനി നോക്കൂ, ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് ഓഫ് 1892, പ്രിൻസിപ്പിൾ ഓഫ് ഇലക്ഷൻ. പ്രിൻസിപ്പിൾ ഓഫ് ഇലക്ഷൻ എന്നത് 1892 ബന്ധമുണ്ടോ? നമ്മളിത് നമ്മൾ ആക്ച്വലി ഇത് ചർച്ച ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരു പ്രിൻസിപ്പിൾ ഓഫ് ഇലക്ഷൻ പ്രത്യേകം നോക്കുക. ഡയറക്റ്റ് ഇലക്ഷൻ അല്ല വരുന്നത്. ഡയറക്റ്റ് ഇലക്ഷൻ എവിടെയാണ് വന്നത്? നമ്മൾ ഓൾറെഡി കണ്ടു അല്ലെ. ഡയറക്റ്റ് ഇലക്ഷനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു ഇപ്പോൾ ഓൾറെഡി. പക്ഷേ പ്രിൻസിപ്പിൾ ഓഫ് ഇലക്ഷൻ പോലെ അതിൻ്റെ പ്രിൻസിപ്പിൾ എന്ത് ചെയ്യുകയാണ്, കൈകാര്യം ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ 1892 ഇന്ത്യൻ കൗൺസിൽസ് ആക്ടിൽ കണ്ടിട്ടുണ്ട്. പ്രിൻസിപ്പിൾ ഓഫ് റെപ്രസെൻറ്റേഷൻ അല്ലെ. എന്തുകൊണ്ടാണ്? ബംഗാൾ ചേംബർ ഓഫ് കൊമേഴ്സിനും മറ്റും എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു? അവർക്ക്
വൈസ്രോയിയുടെ കൗൺസിലിലേക്ക് ചില ആളുകൾ എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു? നാമനിർദ്ദേശം ചെയ്യാൻ സാധിക്കുമായിരുന്നു. ഈ യൂണിവേഴ്സിറ്റീസ്, ഡിസ്ട്രിക്ട് ബോർഡുകൾ, മുനിസിപ്പാലിറ്റീസ്, ട്രേഡ് അസോസിയേഷൻസ്, ജമീന്ദാർമാർ, ചേംബേഴ്സ്, ബാക്കി ചേംബേഴ്സ്, ഇവർക്കൊക്കെ ആരോട് എന്ത് ചെയ്യാം? നാമനിർദ്ദേശം നടത്താം? പ്രൊവിൻസുകളിലെ ഗവർണർമാരോട് നാമനിർദ്ദേശം നടത്താൻ സാധിക്കുമായിരുന്നു. അപ്പോൾ ഈ രീതിയിൽ വൈസ്രോയ്ക്കും ഗവർണറോടും എന്ത് ചെയ്യാൻ പറ്റും? ഈ സെപ്പറേറ്റ് ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചില പേരുകൾ അവർക്ക് എന്ത് ചെയ്യാം? നാമനിർദ്ദേശം ചെയ്യാം. അപ്പോൾ അതെന്താണ്? അത് ബേസിക്കലി ഇന്ത്യയിലെ ചില വിഭാഗങ്ങളുടെ, അല്ലെ, യൂണിവേഴ്സിറ്റികളുടെ, ഡിസ്ട്രിക്ട് ബോർഡുകളുടെ, മുനിസിപ്പാലിറ്റികളുടെ, കച്ചവടക്കാരുടെ, ഇവരുടെയൊക്കെ റെപ്രസെൻറ്റേറ്റീവ്സ് ആയിട്ട് ചില ആളുകൾ എവിടേക്ക് പോവുകയാണ്? ഈ കൗൺസിലുകളിലേക്ക് പോവുകയാണ്. അതായത് ഒരു ഇലക്ഷൻ എന്ന വാക്ക് എവിടെയും ഉപയോഗിച്ചിട്ടില്ല. ഒരു ഇൻഡയറക്റ്റ് ഇലക്ഷൻ മോഡാണെങ്കിലും അതിൽ എന്ത് വന്നു? ഒരു പ്രിൻസിപ്പിൾ, ഒരു ആശയം വന്നു. എന്തിൻ്റെ? റെപ്രസെൻറ്റേഷൻ്റെ അല്ലെങ്കിൽ ഇലക്ഷൻ്റെ. അപ്പോൾ ഈ പ്രിൻസിപ്പിൾ ഓഫ് ഇലക്ഷൻ അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് റെപ്രസെൻറ്റേഷൻ ആദ്യമായിട്ട് അപ്പോൾ നമ്മൾ എവിടെ കാണുകയാണ്? 1892 ഇന്ത്യൻ കൗൺസിൽസ് ആക്ടിൽ കാണുകയാണ്. നിങ്ങൾക്ക് ആ വ്യത്യാസം മനസ്സിലായല്ലോ? നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് അത് പറയുന്നത് എന്ന് ഇതിനോട് ചേർത്ത് എന്താ ആലോചിക്കുക? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണം ഇതിലേക്ക് ശക്തമായ നയിച്ചിട്ടുണ്ട്, സംഭാവനയായി മാറിയിട്ടുണ്ട്. കാരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഏറ്റവും അധികം തുടക്ക കാലഘട്ടത്തിൽ ആവശ്യപ്പെട്ടത് എന്തായിരുന്നു? ലെജിസ്ലേറ്റീവ് കൗൺസിലുകളിലേക്ക് എന്ത് ചെയ്യുക? കൂടുതൽ ഇന്ത്യക്കാരെ ഉൾപ്പെടുത്തുക എന്നൊരു ശക്തമായ ആവശ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നോട്ട് വെച്ചിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഏതായിരിക്കും? ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് ഓഫ് 1892 പ്രിൻസിപ്പിൾ ഓഫ് ഇലക്ഷൻ. ഇത് തന്നെയായിരിക്കും ശരിയായിട്ടുള്ള മാച്ചിങ് എന്ന് നിങ്ങൾ ആലോചിക്കുക. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു കഴിഞ്ഞ ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ഭാഗവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഏത് രീതിയിലാണ് ചോദ്യങ്ങൾ വരുന്നത് എന്നും ആ ചോദ്യങ്ങൾ ഏത് രീതിയിലാണ് നിങ്ങൾ അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുമുള്ള ഒരു സാങ്കേതികമായിട്ടുള്ളൊരു എന്താ പറയുക വിവരമാണ് നമ്മൾ എന്ത് ചെയ്തത് ഇവിടെ ഇപ്പോൾ ചർച്ച ചെയ്തത്. ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക? ഓപ്ഷൻസ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ചില ഓപ്ഷനുകൾ നമ്മൾ ശരിയല്ല എന്ന് നമുക്ക് മനസ്സിലാക്കിയാൽ, നമ്മൾ നേരത്തെ കണ്ടതുപോലെ ചില ഓപ്ഷൻസ് എന്താണ്? ശരിയല്ല എന്ന് നമുക്ക് മനസ്സിലായാൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നമുക്ക് വളരെ വേഗത്തിൽ മറ്റുള്ള ഓപ്ഷൻസ് നോക്കാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കും. അതാണ് ഈ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിന്റെ കാര്യത്തിൽ വന്നത്. വൈസ്രോയി ഹാഡ് ദ റെസിഡ്യുവൽ പവേഴ്സ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? റെസിഡ്യൂറി പവേഴ്സ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ 3 ഓപ്ഷൻസും നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കും. ഒന്ന് മാത്രമാണ് നമുക്ക് വളരെ വേഗത്തിൽ കണ്ടുപിടിക്കാൻ സാധിക്കുമായിരുന്നു. അപ്പോൾ ഈ രീതിയിൽ എന്ത് ചെയ്യുക? കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? പഠിച്ച് മുന്നോട്ട് പോകാം. നമുക്ക് എന്ത് ചെയ്യാം? ഇനി അടുത്ത സെഷനിൽ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയെക്കുറിച്ചുള്ള ചർച്ചയുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം.